ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, കർത്താവിൻ്റെ വചനത്തിൻ്റെ കീഴിലായിരിക്കുവാൻ തക്കവണ്ണം അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയം ദൈവം നമുക്കായിട്ട് വേർതിരിച്ച് തന്നിരിക്കുകയാണല്ലോ. നന്ദിയോടുകൂടെ ദൈവത്തിൻ്റെ നാമത്തെ നമുക്ക് സ്തുതിക്കാം. എല്ലാവരെയും ഇന്നത്തെ വേദപഠന ശുശ്രൂഷയിലേക്ക് ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയോടുകൂടെ ആരംഭിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരയണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമാകുന്ന അപ്പം എന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടത ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയുമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യകമർത്ത മറിയുമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ശനിയാഴ്ച വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായമായിരുന്നല്ലോ നമ്മൾ പഠിച്ചിരുന്നത്. ഇന്ന് 11-ാം അധ്യായമാണ് പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. 10-ാം അധ്യായത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരെ, പ്രത്യേകിച്ച് 12 അപ്പോസ്തലന്മാരെ ദൈവിക സുവിശേഷ വേലയ്ക്കായി ദേശാന്തരങ്ങളിലേക്ക്, പ്രത്യേകിച്ച് യഹൂദന്മാരുടെ അടുക്കിലേക്ക്, സ്വജാതീയരുടെ അടുക്കിലേക്ക് പറഞ്ഞയക്കുന്നതിനെ പറ്റിയും അവർ പോകുമ്പോൾ പാലിക്കേണ്ടതായ ക്രമീകരണങ്ങളെ പറ്റിയുമാണ് ആദ്യ ഭാഗത്ത് നാം വായിച്ച് കേട്ടത്, പഠിക്കാൻ നമുക്ക് പറ്റിയത്. പിന്നീട് യേശു അവർക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ, അതായത് ശിഷ്യൻ ഗുരുവിന് മീതെയല്ല, ദാസൻ യജമാനു മീതെയല്ല, ഗുരുവിനെ പോലെയാകുന്നത് ശിഷ്യന് മതി എന്നുള്ള ആ ടീച്ചിങ്സ് ആണ് പിന്നീട് കാണുന്നത്. ഏറ്റവും അവസാനം അധ്യായം അവസാനിക്കുന്നു, നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു, പ്രവാചകൻ എന്ന് വെച്ച് പ്രവാചകനെ കൈക്കൊള്ളുന്നവന് പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കും, നീതിമാൻ എന്ന് വെച്ച് നീതിമാനെ കൈക്കൊള്ളുന്നവന് നീതിമാന്റെ പ്രതിഫലം ലഭിക്കും എന്ന് പറഞ്ഞാണ് ആ അധ്യായം അവസാനിക്കുന്നത്. അതുപോലെ തന്നെ എന്റെ നാമത്തിൽ ഒരു പാത്രം തണ്ണീർ മാത്രം കുടിപ്പാൻ കൊടുക്കുന്നവന് പ്രതിഫലം കിട്ടാതെ പോവുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഇങ്ങനെയുള്ള ചില മുന്നറിയിപ്പുകളോടുകൂടെയാണ് ആ വേദഭാഗം അവസാനിക്കുന്നത്. 11-ാം അധ്യായം 1-ാമത്തെ വാക്യം ഇപ്രകാരമാണ്: യേശു തന്റെ 12 ശിഷ്യന്മാരോട് കൽപ്പിച്ചു തീർന്ന ശേഷം അതത് പട്ടണങ്ങളിൽ ഉപദേശിപ്പാനും പ്രസംഗിപ്പാനും അവിടെ നിന്ന് പുറപ്പെട്ടു പോയി. അതായത് യേശു ശിഷ്യന്മാരെ മുന്നമേ അയച്ച് ആ ദേശ നിവാസികളെ യേശുവിന്റെ വചന കേൾക്കുവാൻ തക്കവണ്ണം അവരെ ഒരുക്കുകയാണ്. ഒരുക്കാൻ വേണ്ടിയിട്ടാണ് ശിഷ്യന്മാരെ അയക്കുന്നത്. യോഹന്നാൻ സ്നാപകൻ മുന്നോടിയായിട്ട് വന്നതുപോലെ തന്നെ യേശുക്രിസ്തുവിന് മുന്നോടിയായി ദേശങ്ങളിലേക്ക് ചെന്ന് ഗ്രാമങ്ങളിലേക്ക് പോയി യേശു വരുന്നുണ്ട്, അവന്റെ ശുശ്രൂഷയ്ക്കായിട്ട് സമ്മേളിക്കണമെന്ന് ഉള്ള അറിയിപ്പ് കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ അപ്പോസ്തലന്മാരെ മുന്നമേ കർത്താവ് അയക്കുന്നത്. അതിനുശേഷം യേശു ദൈവരാജ്യത്തിന്റെ സുവിശേഷവുമായിട്ട് ദേശങ്ങളിലേക്ക്, പട്ടണങ്ങളിലേക്ക്, അതുപോലെ തന്നെ ഗ്രാമങ്ങളിലേക്ക് പോകുന്നതായിട്ടാണ് ഇതിന്റെ ആദ്യ ഭാഗം ക്രമീകരിച്ചിരിക്കുന്നത്. പിന്നീട് 2-ാമത്തെ വാക്യം മുതൽ ഇങ്ങനെയാണ്: യോഹന്നാൻ കാരാഗൃഹത്തിൽ വെച്ച് ക്രിസ്തുവിന്റെ പ്രവർത്തികളെ കുറിച്ച് കേട്ടിട്ട് തന്റെ ശിഷ്യന്മാരെ അയച്ചു. വരുവാനുള്ളവൻ നീയോ, ഞങ്ങൾ മറ്റൊരുത്തനെ കാത്തിരിക്കുകയോ എന്ന് അവൻ മുഖാന്തരം ചോദിച്ചു. യേശു ഈ സുവിശേഷ വേലയുമായിട്ട് നടക്കുന്നതിനെ പറ്റി കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ട് കിടക്കുന്ന യോഹന്നാൻ സ്നാപകൻ അറിയുകയും അദ്ദേഹം യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്ക് തന്റെ ശിഷ്യന്മാരെ പറഞ്ഞു വിട്ടിട്ട് അവരോട് ചോദിപ്പിക്കുകയാണ്, വരുവാൻ ഉള്ളവൻ നീ തന്നെയാണോ? അതാണെങ്കിൽ അത് ഒരു വ്യക്തമാക്കി തരണം, അതിനൊരു ഉറപ്പ് തരണമെന്ന് യോഹന്നാൻ യേശുവിനോട്
ചോദിക്കാൻ ആളെ പറഞ്ഞു വിടുകയാണ്. യേശു അതിന് മറുപടി ശിഷ്യന്മാർ വഴി യോഹന്നാന് പറഞ്ഞു വിടുകയാണ്. 4ഉം 5ഉം വാക്യങ്ങൾ. യേശു അവരോട്, കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരായി തീരുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർക്കുന്നു, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് യോഹന്നാനെ ചെന്ന് അറിയിപ്പീൻ. എന്തുകൊണ്ടാണ് യേശു ഇങ്ങനെ പറഞ്ഞു വിടുന്നത്? അതായത് ഇതൊരു പ്രവചനമായിരുന്നു. അതായത് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ യെശയ്യാവിലെ ഈ പ്രവചനം കോട്ട് ചെയ്യുന്നുണ്ട്. വിശുദ്ധ ലൂക്കോസ് 4-ാം അധ്യായം എടുക്കാമോ? വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 18ഉം 19ഉം വാക്യങ്ങൾ വായിക്കാമോ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ ഒരു വചനം ലൂക്കോസിൽ അത് പറഞ്ഞതിന് ശേഷമാണ് യേശുവിന്റെ പരസ്യ ശുശ്രൂഷയെ പറ്റി പ്രസ്താവിക്കുന്നത്. വായിക്കാമോ? വിശുദ്ധ ലൂക്കോസ് 4:18-19. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കയാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. യെശയ്യാവിലൂടെ ഉള്ള ഒരു പ്രവചനം ആയിരുന്നു. അതിന്റെ പൂർത്തീകരണമാണ് യേശുവിൽ സംഭവിക്കുന്നത്. അപ്പൊ ഇത് വ്യക്തമായിട്ട് ആർക്കറിയാം? ഇത് വ്യക്തമായിട്ട് യോഹന്നാൻ സ്നാപകന് അറിയാം. അത് മാത്രമല്ല, യോഹന്നാൻ സ്നാപകന് യേശുവിൽ ഇതിന് മുന്നമേ ഒരു സംശയവും ഇല്ലായിരുന്നു. ഇത് ഈ ലോകത്തിലേക്ക് വരാൻ പോകുന്ന യഹൂദന്മാർ ഒന്നടങ്കം പ്രതീക്ഷയോട് കാത്തിരിക്കുന്ന രക്ഷകനായ മശിഹായാണെന്ന് പരിപൂർണമായിട്ട് വിശ്വസിച്ച വ്യക്തിയായിരുന്നു യോഹന്നാൻ സ്നാപകൻ. അതുകൊണ്ടാണ് അദ്ദേഹം മാനസാന്തര സ്നാനം വിലക്കിയത്. നിന്നിൽ നിന്നാണ് ഞാൻ സ്നാനം സ്വീകരിക്കേണ്ടത് എന്ന് പറഞ്ഞ് വിലക്കാൻ ശ്രമിച്ചു. പക്ഷേ ആ സ്നാനം യേശുവിന്റെ നിർബന്ധപ്രകാരം കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ കൊടുക്കുമ്പോ യോഹന്നാൻ കണ്ട കാര്യമാണ് സ്വർഗം തുറക്കപ്പെടുകയും ദൈവത്തിന്റെ ആത്മാവ് പ്രാവിന്റെ രൂപത്തിൽ യേശുവിന്റെ മേൽ പറന്നിറങ്ങി ആവസിക്കുന്നതും ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ എന്നുള്ള ദൈവപിതാവിന്റെ ശബ്ദം കേൾക്കുകയും ചെയ്ത വ്യക്തിയാണ് ആര്? യോഹന്നാൻ സ്നാപകൻ. പിന്നെ എന്തുകൊണ്ടാണ് യോഹന്നാന് ഇങ്ങനെ ഒരു സംശയം ഉണ്ടായത്? യേശുവിൽ സംശയം ഉണ്ടായതിന്റെ കാരണം എന്താണ്? അത് മനസ്സിലാകണമെങ്കിൽ യോഹന്നാൻ ഇപ്പൊ എവിടെയാണ്? യോഹന്നാൻ ഇപ്പോ കാരാഗ്രഹത്തിലാണ്. യേശു എന്ന രക്ഷകൻ, മശിഹ എന്ന രക്ഷകൻ ഇവിടെ ഈ സമൂഹത്തിലേക്ക് വന്ന് കഴിഞ്ഞിട്ടും ഇതാ ഞാൻ തടവിലായിരിക്കുന്നു. അപ്പൊ യോഹന്നാന് സംശയമായി. അതായത് എല്ലാവരെയും രക്ഷിക്കാൻ വന്നിട്ട് പോലും ഞാൻ എന്തുകൊണ്ട് തടവിലായി എന്നുള്ള സംശയം യോഹന്നാന്റെ ഹൃദയത്തിൽ ഉണ്ടായി. അതുകൊണ്ടാണ് യോഹന്നാൻ ഇങ്ങനെ സംശയിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനത്തെയുള്ള സംശയങ്ങൾ എത്രയോ ഉണ്ടായിട്ടുണ്ട്. അതായത് യേശുവിൽ നന്നായിട്ട് ആഴപ്പെട്ട് വിശ്വസിക്കുന്നവരാണെങ്കിലും പെട്ടെന്ന് നമ്മുടെ ആരെങ്കിലും പ്രിയപ്പെട്ട ഒരാള് മരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കൊരു അവിശ്വാസം കയറി വരാൻ സാധ്യതയുണ്ട്. അതുമല്ലെങ്കിൽ നമുക്ക് അപ്രതീക്ഷിതമായിട്ട് ഒരു രോഗമോ ഒരു തകർച്ചയോ ഒരു പ്രയാസമോ പ്രതിസന്ധിയോ വന്ന് ഭവിച്ചാൽ നമ്മൾ ദൈവത്തെ സംശയിക്കുന്നവരാണോ എന്ന് നമ്മളെ തന്നെ നിരീക്ഷിക്കണം. യോഹന്നാൻ സ്നാപകന് ഇങ്ങനെ ഒരു സംശയവും അവിശ്വാസവും കയറിക്കൂടി. അതുകൊണ്ടാണ് യോഹന്നാൻ തന്നെ കാരാഗ്രഹത്തിൽ കാണാൻ വന്ന, ആശ്വസിപ്പിക്കാൻ വന്ന തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത്, യേശുവിന്റെ അടുക്കൽ പോയിട്ട് ഇങ്ങനെ ചോദിക്കണം, നീ തന്നെയാണോ മശിഹ? അങ്ങനെയെങ്കിൽ ഞങ്ങൾക്ക് അത് ഉറപ്പിച്ചു തരണമെന്ന് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം യേശു തമ്പുരാൻ പിന്നീട് യോഹന്നാനെ പറ്റി സംസാരിക്കാൻ തുടങ്ങുകയാണ്. യോഹന്നാനെ പറ്റി ആദ്യം മുഴുവനും നല്ല കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. പക്ഷെ അവസാനം ഒരു കാര്യം പറയുമ്പോൾ യോഹന്നാന് എതിരായ ഒരു കാര്യമാണ് യേശു പറയുന്നത്. 6 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 6 മുതൽ. എന്നാൽ എങ്കൽ ഇടറിപ്പോകാത്തവൻ എല്ലാം ഭാഗ്യവാൻ എന്ന് ഉത്തരം പറഞ്ഞു. ഈ ഒരു വാക്യമാണ്. അതായത് എങ്കൽ ഇടറിപ്പോകാത്തവൻ എല്ലാവരും ഭാഗ്യവാന്മാർ. കണ്ടോ? ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലും യേശുവിൽ പരിപൂർണമായിട്ടും വിശ്വസിക്കുന്ന വ്യക്തിക്ക് വിളിക്കാവുന്ന പേരാണ് ഭാഗ്യവാൻ. യേശുവിൽ ഇടറിപ്പോകാത്ത
മനുഷ്യന് പറയുന്ന പേരാണ് ഭാഗ്യവാൻ. യേശു വിളിക്കുന്ന പേരാണ് ഭാഗ്യവാൻ. എന്നാൽ ഇടറിപ്പോയാലോ? അതിനുശേഷം വായിക്കാമോ? അവർ പോയ ശേഷം 7-ാമത്തെ വാക്യം മുതൽ. അവർ പോയ ശേഷം യേശു യോഹന്നാനെ കുറിച്ച് പുരുഷാരത്തോട് പറഞ്ഞു തുടങ്ങിയത്, നിങ്ങൾ എന്ത് കാണുവാൻ മരുഭൂമിയിലേക്ക് പോയി? കാറ്റിനാൽ ഉലയുന്ന ഓടയോ? അല്ല, എന്ത് കാണുവാൻ പോയി? മാർദ്ദവവസ്ത്രം ധരിച്ച മനുഷ്യനെയോ? മാർദ്ദവവസ്ത്രം ധരിക്കുന്നവൻ രാജഗൃഹങ്ങളിലല്ലോ. അല്ല, എന്തിനു പോയി? ഒരു പ്രവാചകനെ കാണുവാനോ? അതെ, പ്രവാചകനിലും മികച്ചവനെ തന്നെ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. മതി. അതായത് യേശു തമ്പുരാൻ യോഹന്നാൻ സ്നാപകന്റെ ജീവിതത്തിലെ നല്ല വശങ്ങളെയെല്ലാം ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. അദ്ദേഹം യേശു യോഹന്നാനെ പറ്റി പറയുകയാണ്, നിങ്ങൾ എന്ത് കാണാനാണ് മരുഭൂമിയിലേക്ക് പോയത്? നമുക്കറിയാം, യോർദാന്റെ കരയിൽ യോഹന്നാൻ സ്നാപകൻ എത്തുന്നതിന് മുമ്പ് അദ്ദേഹം മരുഭൂമിയിലാണ് പ്രഘോഷണം ആരംഭിക്കുന്നത്. ഇത് കേട്ട് അനേകർ മരുഭൂമിയിലേക്ക് യോഹന്നാന്റെ വചന ശുശ്രൂഷ കേൾക്കാനായിട്ട് ചെല്ലുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, ദൈവ ശബ്ദം ഏതാണ്ട് 400 വർഷക്കാലഘട്ടമായിട്ട് നിലച്ചു പോയ ഒരു സാഹചര്യമായിരുന്നു ആ സാഹചര്യം. അതായത് പ്രവാചകന്മാരില്ല, അരുളപ്പാടുകളില്ല, ആർക്കും ദൈവത്തിന്റെ ശബ്ദം കേൾക്കാനായിട്ട് സാധിക്കുന്നില്ല. മാലാഖി പ്രവാചകൻ പ്രവചനം നടത്തിയതിനു ശേഷം പിന്നീട് അങ്ങോട്ട് ഒരു പ്രവചനവും എവിടെയും കേൾക്കാനായിട്ട് കഴിയുന്നില്ല. അപ്പോ ഒരു പ്രവാചകൻ ഇതാ മരുഭൂമിയിൽ പ്രവചിക്കുന്നു എന്ന് പറയുമ്പോൾ നാട്ടുകാർ മുഴുവനും ഈ ദൈവശബ്ദം കേൾക്കാനായിട്ട് അല്ലെങ്കിൽ പ്രവാചകനിലൂടെ വരുന്ന മുന്നറിയിപ്പുകൾ സ്വീകരിക്കാൻ വേണ്ടി മരുഭൂമിയിലേക്ക് ഓടിപ്പോവുക. അങ്ങനെ ചെല്ലുമ്പോഴാണ് യോഹന്നാൻ സ്നാപകൻ ചോദിക്കുന്നത്, സർപ്പസന്തതികളെ, ആസന്നമായ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആരാണ് നിങ്ങൾക്ക് ഉപദേശം തന്നതെന്ന് പറഞ്ഞ് യോഹന്നാൻ അവരോട് കയർക്കുന്നുണ്ട്. വളരെ കഠിനമായ ഭാഷയിൽ സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മരുഭൂമിയിൽ അദ്ദേഹം പ്രഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ മരുഭൂമിയിലേക്ക് എന്തിനാ നിങ്ങൾ പോയതെന്ന് യേശു ചോദിക്കുകയാണ്. എന്നിട്ട് യേശു പിന്നെയും ചോദിക്കുക, കാറ്റിനാൽ ഉലയുന്ന ഓടയോ? ഈ ഓടക്കാട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്റെയൊക്കെ വീടിന്റെ പുറകിലൊക്കെ ഓടയുണ്ടായിരുന്നു. ഒരു തോടിന്റെ സൈഡ്, ഒരു പുഴയുടെ സൈഡ് ആയതുകൊണ്ട് ഓട ഉണ്ടായിരുന്നു. ഈ ഓടയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നല്ല കാറ്റടിച്ചു കഴിഞ്ഞാൽ ഈ ഓട എവിടേക്കാണോ കാറ്റ് ശക്തമായിട്ട് വീശുന്നത് ആ സ്ഥലത്തേക്ക് ചെരിഞ്ഞു പോകും. നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നേരെ തിരിഞ്ഞ് വരും. അപ്പോ കിഴക്ക് നിന്ന് വന്നാൽ പടിഞ്ഞാറോട്ട് പോകും, പടിഞ്ഞാറുനിന്ന് കാറ്റടിച്ചാൽ കിഴക്കോട്ട് പോകും, വടക്കുന്ന് കാറ്റടിച്ചാൽ തെക്കോട്ട് പോകും, തെക്ക് നിന്ന് കാറ്റടിച്ചാൽ വടക്കോട്ട് വരും. അതായത് നിലപാടുകളില്ലാത്ത മനുഷ്യരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് യേശു തമ്പുരാൻ ഇങ്ങനെ ഒരു ഉപമ പറഞ്ഞത്. ആരെ കാണാനാണ് പോയത്? കാറ്റിനാൽ ഉലയുന്ന ഓട പോലെയുള്ള നിലപാടില്ലാത്ത മനുഷ്യനെ കാണാനാണോ യേശു അത് ഉദ്ദേശിക്കുന്നത്? യോഹന്നാൻ അങ്ങനെ നിലപാടില്ലാത്ത മനുഷ്യനായിരുന്നില്ല, നിലപാടുള്ള മനുഷ്യനായിരുന്നു. പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കുന്ന നല്ല നിലപാടുള്ള മനുഷ്യനായിരുന്നുവെന്ന് യേശു യോഹന്നാനെ പറ്റി പറയുകയാണ്. പിന്നീട് പറയുന്നു, മാർദ്ദവ വസ്ത്രം ധരിച്ച മനുഷ്യനെയോ? അതായത് മാർദ്ദവ വസ്ത്രം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, രാജാക്കന്മാര് ആ കാലയളവിൽ ധരിച്ചിരുന്ന വസ്ത്രത്തിന്റെ ആ പ്രത്യേകതയാണ്. അത് വില കൂടിയതും മാർദ്ദവവും നല്ല ഭംഗിയുള്ളതുമായ വസ്ത്രമായിരുന്നു. എന്നാൽ യോഹന്നാൻ ധരിച്ചത് എന്താണെന്നുള്ളത് സുവിശേഷത്തിൽ തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഒട്ടക രോമം കൊണ്ടുള്ള ഉടുപ്പാണ് അദ്ദേഹം ധരിച്ചിരുന്നത്. അപ്പോ മാർദ്ദവ വസ്ത്രം ധരിച്ച മനുഷ്യനെയാണ് നിങ്ങൾ കാണാൻ പോയത്. അപ്പോ അതിനുള്ള മറുപടി യേശു തന്നെ പറയുന്നുണ്ട്, മാർദ്ദവ വസ്ത്രം ധരിക്കുന്നവർ രാജഗൃഹങ്ങളിലാണല്ലോ. അല്ല, എന്തിനു പോയി? എന്നിട്ട് പിന്നെ യേശു ഏറ്റവും അവസാനം പറയുകയാണ്, ഒരു പ്രവാചകനെ കാണാനാണോ നിങ്ങൾ പോയത്? അപ്പൊ യേശു അതിന് വീണ്ടും പറയുകയാണ്, അതെ, പ്രവാചകനിലും മികച്ചവനെ തന്നെ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പൊ യോഹന്നാൻ സ്നാപകനെ നന്നായിട്ട് പുകഴ്ത്തി പറയുകയാണ് യേശു. വെറുതെ പുകഴ്ത്തുകയല്ല, മുഖസ്തുതി പറയുകയല്ല, ഉള്ള കാര്യം യേശു തമ്പുരാൻ പറയുകയാണ്. നല്ല നിലപാടുള്ള മനുഷ്യൻ, ലാളിത്യവും ദാരിദ്ര്യവും ശീലിച്ചിരുന്ന മനുഷ്യൻ. അതിനുശേഷം പറയാണ്, ഒരു പ്രവാചകനെക്കാട്ടിലും മികച്ചു നിന്ന ഒരു മനുഷ്യനായിരുന്നു. ആര്? പ്രവാചകനെക്കാട്ടിലും ശക്തനായ ഒരു ദൈവദൂതന് തുല്യനായ മനുഷ്യനായിരുന്നു യോഹന്നാൻ സ്നാപകൻ എന്ന് യേശു തമ്പുരാൻ യോഹന്നാൻ സ്നാപകനെ പറ്റി തന്നെ അഭിമുഖീകരിക്കുന്ന ജനത്തോട് സാക്ഷ്യപ്പെടുത്തുകയാണ്. 10-ാമത്തെ വാക്യം, ഞാൻ എൻ്റെ ദൂതനെ നിനക്ക് മുമ്പായി അയക്കുന്നു,
അവൻ നിന്റെ മുമ്പിൽ നിനക്ക് വഴി ഒരുക്കുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നവൻ അവൻ തന്നെ. അതായത് പഴയ നിയമത്തിൽ യോഹന്നാൻ സ്നാപകന്റെ വരവിനെ പറ്റി മാലാഖി പ്രവാചകനിൽ ഇങ്ങനെ ഒരു പ്രവചനം ഉണ്ടായിരുന്നു. ആ പ്രവചനം കോട്ട് ചെയ്തുകൊണ്ട് യേശു പറയുകയാണ്, അങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നവൻ അവൻ തന്നെയാണ്, യോഹന്നാൻ സ്നാപകൻ തന്നെയാണ്. പിന്നീട് 11 മുതലുള്ള വാക്യം വായിക്കുമോ? 11-ാമത്തെ വാക്യം. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല. സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ അവനിലും വലിയവൻ എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അതായത് സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനെക്കാട്ടിലും വലിയവനായിട്ട് ആരും ജനിച്ചിട്ടില്ല. എന്തുമാത്രം ഒരു സാക്ഷ്യപ്പെടുത്തലാണ്. ഇതാരും സാക്ഷ്യപ്പെടുത്തുന്നേ? യേശുവാണ് സാക്ഷ്യപ്പെടുന്നത്. അതായത് സാക്ഷാൽ ദൈവപുത്രൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. ദൈവം അവനെ ആദരിക്കുകയാണ്. അത് പഴയ നിയമത്തിൽ ഒരു വചനമുണ്ടല്ലോ ശമൂവേലിൽ, അതായത് എന്നെ ആദരിക്കുന്നവനെ ഞാൻ ആദരിക്കും, എന്നെ നിന്ദിക്കുന്നവൻ നിന്ദിതനായി തീരും. ഇങ്ങനെ ഒരു വചനം ശമൂവേൽ പ്രവാചകന്റെ പുസ്തകത്തിലുണ്ട്. അപ്പൊ ദൈവത്തെ ആദരിച്ച് ജീവിച്ച ഈ മനുഷ്യനെ ദൈവം വാനോളം പൊക്കി നിർത്തുകയാണ്. അതായത് സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവനായി ആരും ജനിച്ചിട്ടില്ല. പിന്നെ യേശു തന്നെ ഈ സുവിശേഷത്തിന്റെ ഈ നാളുകളിൽ, അതായത് പരസ്യ ശുശ്രൂഷയുടെ നാളുകളിൽ ഇങ്ങനെ പറയുന്നുണ്ട്, തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും. യോഹന്നാൻ സ്നാപകന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളെല്ലാം കാഠിന്യമേറിയതും ഹൃദയത്തെ ഭാരപ്പെടുത്തുന്നതും പരിപരുക്കൻ വാക്കുകളായിരുന്നെങ്കിലും യോഹന്നാൻ സ്നാപകന്റെ ഹൃദയം എളിമ കൊണ്ട് നിറഞ്ഞതായിരുന്നു. അതിന് നിരവധി ഉദാഹരണങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. യേശുവിന്റെ മുന്നോടിയായിട്ട് യോഹന്നാൻ വന്ന് പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, എന്റെ പിന്നാലെ വരുന്നവന്റെ ചെരുപ്പ് കൈകളിൽ എടുക്കാൻ പോലും ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ് സ്വയം താഴ്ത്തുന്നത് കാണുന്നുണ്ട്. പിന്നീട് യേശുവിന് മാനസാന്തര സ്നാനം നൽകിയതിന് ശേഷം യേശു പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുന്നേ യേശു ഈ ക്രൈസ്തവർക്ക് ഇന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്നാനം കൊടുക്കാനായിട്ട് തുടങ്ങി. യോർദാന്റെ മറ്റൊരു വശത്ത് യേശു ശിഷ്യന്മാരെ സ്നാനപ്പെടുത്തി. പിന്നീട് ശിഷ്യന്മാരിലൂടെ യോഹന്നാന്റെ സുവിശേഷമൊക്കെ ആദ്യ ഭാഗം വായിക്കുമ്പോൾ അത് കണ്ടെത്താൻ സാധിക്കും. ശിഷ്യന്മാര് യേശുവിന്റെ വചനം കേൾക്കാനായിട്ട് വന്നവരെല്ലാം എന്ത് ചെയ്യാണ്? അവരെല്ലാം സ്നാനമേറ്റ് സഭയോട് യേശുവിന്റെ ശിഷ്യഗണത്തിലേക്ക് ചേർന്നുകൊണ്ടിരിക്കുക. അപ്പോ യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാര് വന്ന് യോഹന്നാൻ സ്നാപകനോട് പറയുകയാണ്, ഗുരു, നീ ആർക്ക് മാമോദീസ കൊടുത്ത് പറഞ്ഞു വിട്ടോ? ഇതാ അവന്റെ അടുക്കിലേക്ക് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുക. ഇപ്പൊ നിന്റെ അടുക്കിലേക്ക് ആളുകൾ വരുന്നില്ല. അതായത് നിന്റെ വചനം കേൾക്കാനോ നിന്റെ മാമോദീസ സ്വീകരിക്കാനോ നിന്റെ അടുക്കിലേക്ക് ഗുരുവേ ആരും വരുന്നില്ല. അപ്പൊ യോഹന്നാൻ എന്താ പറഞ്ഞെന്നറിയാമോ? അവനോ വളരണം ഞാനോ കുറയണം. അവനോ വളരണം ഞാനോ കുറയണം. ഇതിന് പറയുന്ന പേരാണ് എളിമ. അല്ലെ? അഹങ്കാരം ഉണ്ടോ യോഹന്നാനിൽ? ഇല്ല. അതുകൊണ്ടാണ് തന്നെത്താൻ താഴ്ത്തിയ യോഹന്നാൻ സ്നാപകനെ വാനോളം ഉയർത്തി നിർത്തുകയാണ് ആര്? യേശു. എന്താ പ്രിയപ്പെട്ടവരെ, അതിനുശേഷമുള്ളൊരു വാക്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. ഇതുവരെ യോഹന്നാൻ സ്നാപകന്റെ നല്ല വശങ്ങളെ നന്നായിട്ട് പ്രശംസിച്ചിട്ട് അവസാനം യേശു പറയുന്ന ഒരു വാക്യമാണ്, സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ അവനിലും വലിയവൻ എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അതായത് സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവനോ അവനിലും വലിയവൻ എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അതായത് ഭൂമിയിൽ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനെക്കാട്ടിലും വലിയവൻ ആരുമില്ല എന്ന് യേശു പറഞ്ഞിട്ട് പറയുകയാണ്, സ്വർഗരാജ്യത്തിൽ യോഹന്നാൻ സ്നാപകനോ ചെറിയവനും, അങ്ങനെ പറയുന്നത്, ഏറ്റവും സ്വർഗരാജ്യത്തിൽ ചെറിയവനോ അവനിലും വലിയവൻ. അതായത് യോഹന്നാൻ സ്നാപകനെക്കാട്ടിൽ വലിയവരായ ആളുകൾ സ്വർഗത്തിലുണ്ട് എന്ന് പറയുകയാണ്. അതിന്റെ കാരണം എന്താണ്? അതായത് ഒറ്റ കാരണമുള്ളൂ, യേശുവിൽ അവിശ്വാസം കയറിക്കൂടി ആർക്ക്? യോഹന്നാന്. യേശുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവർ സ്വർഗരാജ്യത്തിൽ യോഹന്നാൻ സ്നാപകനെക്കാട്ടിലും വലിയവരായിരിക്കുമെന്നാണ് വിവക്ഷിക്കുന്നത്. അതായത് യേശുവിൽ ഇദ്ദേഹം
ഈ സമയത്ത് ഈ ലോകത്തായിരിക്കുമ്പോൾ യേശുവിങ്കൽ ഇടറിപ്പോവുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംശയങ്ങൾ തോന്നുന്നത്. പക്ഷെ ഇടറിപ്പോകാത്ത എത്രയോ നല്ല സാക്ഷ്യമുള്ളവരുണ്ടായി ഇല്ലേ? പിന്നീട് അങ്ങോട്ട് യേശുവിന്റെ ശിഷ്യഗണത്തിലേക്ക് നോക്കുമ്പോൾ ഒട്ടനവധി ആളുകൾ, അവർക്ക് വാൾമുനയുടെ മുമ്പിൽ പോലും ഒരു സംശയം പോലും ഇല്ല, യേശു ദൈവമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ലാതെ നിന്ന അനേക വ്യക്തികൾ ഉണ്ടായിരുന്നു. അവരെ പറ്റിയാണ് പറയുന്നത്. ഇങ്ങനെയാണ് പറയുന്നത്, സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ അവനിലും വലിയവൻ എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യേശുവിങ്കൽ വിശ്വാസത്തിൽ കുറവ് വരാതിരിക്കാനും ഇടർച്ച വരാതിരിക്കാനും ശ്രദ്ധിക്കണം. കാരണം അത് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്തു എന്ന് പറഞ്ഞാലും നമ്മുടെ സ്വർഗരാജ്യത്തിലെ പൊസിഷനില് ഒരു കുറവ് വരുത്തുമെന്ന് നമ്മുടെ വചനം വെളിപ്പെടുത്തുകയാണ്. യോഹന്നാൻ സ്നാപകനെ പോലെ ശക്തനായ ഒരു പ്രവാചകനെ ഈ ചരിത്രത്തിൽ നമുക്ക് ഇപ്പൊ ഏലിയായെ പോലെയുള്ള, അതുകൊണ്ടാണ് യേശു തന്നെ പറയുന്നത് ഏലിയാവിന്റെ ആത്മചൈതന്യത്തോടുകൂടെ വന്നവനാണെന്ന് യേശു തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് യോഹന്നാൻ സ്നാപകനെ പറ്റി. അത്രമേൽ ശക്തനായ പ്രവാചകനായിരുന്നു യോഹന്നാൻ. പക്ഷെ യോഹന്നാനെ പറ്റി യേശു പറയുകയാണ് സ്വർഗരാജ്യത്തിൽ അവൻ ചെറിയവനായിരിക്കും. അതിന്റെ കാരണം എന്താണ്? അതിന്റെ കാരണം വിശ്വാസത്തിൽ ഇടർച്ച വന്നു എന്നുള്ളതാണ്. അടുത്തത് 12-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? അച്ഛാ, യോഹന്നാൻ സ്നാപകൻ തടവിലായെന്ന് കേട്ടിട്ടും കർത്താവ് എന്താ ഒന്നും ചെയ്യാഞ്ഞത്? തടവിലാക്കപ്പെടേണ്ടവനായിരുന്നു യോഹന്നാൻ. ദൈവത്തിന്റെ ഹിതപ്രകാരം തടവിലാക്കപ്പെടുകയും അതുപോലെ വധിക്കപ്പെടുകയും ചെയ്യേണ്ടവനായ രക്തസാക്ഷിയായി തീരേണ്ട വ്യക്തിയായിരുന്നു യോഹന്നാൻ സ്നാപകൻ. അത് ദൈവഹിതമായിരുന്നു. ആ ദൈവഹിതം മനസ്സിലാക്കാനായിട്ട് യോഹന്നാനിലെ മാനുഷികമായ അവസ്ഥയ്ക്ക് ആ സമയത്ത് പറ്റിയില്ല. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു വൈദികനായി എനിക്ക് നാളെ എന്തെങ്കിലും ഒരു അപകടമോ പ്രയാസമോ ഉണ്ടാകാൻ ദൈവം ചിലപ്പോൾ അനുവദിച്ചേക്കാം. അത് ദൈവത്തിന്റെ ജ്ഞാനത്തിലും പദ്ധതിയിലും ഇരിക്കുന്ന കാര്യമാണ്. അപ്പൊ എനിക്കൊരു പ്രയാസം ഉണ്ടാകുമ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ഞാനൊരു അച്ഛനായി തീർന്നിട്ടും ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ചിട്ടും എന്തുകൊണ്ട് എന്നെ ദൈവം സംരക്ഷിച്ചില്ല? എന്തുകൊണ്ട് ദൈവം എന്നെ കൈവിട്ടു? എന്നിട്ട് പിന്നീട് ഞാൻ അങ്ങോട്ട് അവിശ്വസിക്കാൻ തുടങ്ങി. ഈ ദൈവത്തോട് പിന്നെ എനിക്ക് സ്നേഹമില്ലാതായി തീരാൻ തുടങ്ങി. അങ്ങനെ വരുന്ന സാഹചര്യമാണ് യോഹന്നാൻ സ്നാപകനിൽ ഉണ്ടായത്. ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു യോഹന്നാൻ സ്നാപകൻ തടവിലാക്കപ്പെടണമെന്നും അദ്ദേഹം രക്തസാക്ഷിയായി തീരണമെന്നുള്ളതും ദൈവത്തിന്റെ ഹിതമായിരുന്നു. അതുകൊണ്ടാണ് യേശു അതിനകത്ത് ഇടപെടാതിരുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, യേശു എല്ലാ രോഗികളെയും സുഖപ്പെടുത്തിയോ? പാലസ്തീനിൽ സുഖപ്പെടുത്തിയില്ല. യേശു നടന്നെടുത്ത് യേശുവിന്റെ അടുക്കൽ വന്ന് അത്രമേൽ വിശ്വാസത്തോടുകൂടെ യേശുവിനോട് യാചിച്ചവർക്ക് മാത്രമേ യേശു സുഖപ്പെടുത്തിയത്. എല്ലാ മരിച്ചവരെ യേശു ഉയർത്തെഴുന്നേൽപ്പിച്ചോ? ഇപ്പോ മറ്റേ ലാസറിനെ ഉയർപ്പിക്കുന്നുണ്ട്, യായിറോസിന്റെ മകളെ ഉയർപ്പിക്കുന്നുണ്ട്, ഒരു വിധവയുടെ മകനെ ഉയർപ്പിക്കുന്നുണ്ട്. ഇതുപോലെ എത്രയോ കുഞ്ഞുങ്ങൾ ആ കാലഘട്ടത്തിൽ മരിച്ചിരിക്കാം. അതായത് യായിറോസിന്റെ മകളെ പോലെ കുഞ്ഞ് ആയിരിക്കുന്ന എത്രയോ പെൺകുട്ടികൾ ആ കാലഘട്ടത്തിൽ ഒരുപക്ഷെ ആ ദേശത്ത് മരിച്ചിരിക്കാം. പക്ഷെ എല്ലാവരും ഉയർപ്പിച്ചോ? ഇല്ല. ദൈവത്തിന്റെ പദ്ധതിയിൽ ഈ വ്യക്തികൾ മാത്രമേ മരണത്തിൽ നിന്ന് ഉയർപ്പിക്കപ്പെടാൻ പദ്ധതി ഉണ്ടായിരുന്നുള്ളൂ. ദൈവത്തിന്റെ ഹിതത്തിൽ അത് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആ ഹിതത്തിന് കീഴ്പ്പെടാൻ ആർക്ക് സാധിച്ചില്ല? യോഹന്നാൻ സ്നാപകന് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് എങ്കൽ ഇടറിപ്പോകാത്തവനെല്ലാം ഭാഗ്യവാനെന്ന് എഴുതി വെച്ചിരിക്കുന്നത്. 12-ാമത്തെ വാക്യം വായിക്കാമോ? യോഹന്നാൻ സ്നാപകന്റെ നാളുകൾ മുതൽ ഇന്നേ വരെ സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു, ബലാത്കാരികൾ അതിനെ പിടിച്ചെടുക്കുന്നു. സകല പ്രവാചകന്മാരും ന്യായപ്രമാണവും. ആ ഒരു വാക്യം ഒന്ന് ചിന്തിച്ചിട്ട് വാക്യത്തിലേക്ക് പോവാം. അതായത് ഇത് ഒരല്പം കൺഫ്യൂഷൻ ഉള്ള ഒരു വചനമാണ്. അതായത് യോഹന്നാൻ സ്നാപകന്റെ നാളുകൾ മുതൽ ഇന്നേ വരെ സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു, ബലാത്കാരികൾ അതിനെ പിടിച്ചടക്കുന്നു. ഇതിന്റെ അർത്ഥം ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? മനുഷ്യർ അന്യജാതികളിലേക്ക് പോകുന്നു. അല്ല. കാരണം ദൈവം ഈ പലയിടത്തും പറഞ്ഞിരിക്കുന്ന യെരുശലേമേ വേശ്യാവൃത്തിക്ക് പോയെന്നൊക്കെ പറയുന്നതിന്റെ അർത്ഥം അവരെ കർത്താവിനെ വിട്ടിട്ട് മറ്റുള്ളവരുടെ സേവിക്കാൻ പോകുന്നതെന്നല്ലേ അതിന്റെ ഒരു? അതല്ല ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് യോഹന്നാൻ സ്നാപകന്റെ നാളുകൾ മുതൽ ഇന്നേ വരെ സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ സ്വർഗരാജ്യത്തെ ബലപ്പെടുത്തി കീഴ്പ്പെടുത്താൻ വെച്ചിരിക്കുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ബലം കൊണ്ട്
കീഴ്പ്പെടുത്താൻ വേണ്ടി സ്വർഗരാജ്യത്തെ വെച്ചിരിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, ബലാത്കാരികൾ അതിനെ പിടിച്ചടക്കുന്നു. ഏതിനെ പിടിച്ചടക്കുന്നു? സ്വർഗരാജ്യത്തെ പിടിച്ചടക്കുന്നു. ഇത് ഏത് തരത്തിലുള്ള ബലമാണത്? അതായത് സ്വർഗരാജ്യം പിടിച്ചടക്കാനായിട്ട് മനുഷ്യന്റെ മുമ്പിൽ ദൈവം വെച്ചിരിക്കുകയാണ്. എന്നിട്ട് പറയാണ് ബലാത്കാരികൾ, അതായത് ബലമുള്ളവർ അതിനെ കീഴടക്കും. എന്ത് ബലം അത്? ആത്മബലോ? ആത്മബലമാണ്. അത് സത്യമാണ്. അതിനെ കുറച്ച് ആഴമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ, അതായത് നമ്മളോട് ഒരു വ്യക്തി ശക്തമായിട്ട് നമ്മളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ വ്യക്തിയെ തിരിച്ചുപദ്രവിക്കാനുള്ള കഴിവും ശക്തിയും അതുപോലെ തന്നെ സാധ്യതകളും ഉണ്ടായിട്ടും നമ്മൾ അത് ചെയ്യാതിരിക്കുമ്പോൾ അതിന് പറയുന്ന പേരാണ് എന്ത്? ആത്മബലം എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ഒരാൾ നമ്മളോട് ദേഷ്യപ്പെട്ടു, ഒരു കാര്യമില്ലാതെ ഒരു കാരണവുമില്ലാതെ ഒരാൾ നമ്മളോട് ദേഷ്യപ്പെട്ടു. നമുക്ക് ദേഷ്യപ്പെടാനുള്ള കഴിവുമുണ്ട്, അതിനുള്ള പവറും ഉണ്ട്. അവരെക്കാട്ടിലും ശക്തരാണ് നമ്മള്. നമുക്ക് കൂടെ ഒത്തിരി ആളുകളും ഉണ്ട്. നമ്മളൊന്ന് ദേഷ്യപ്പെട്ടാൽ പിടിച്ച് അടിക്കാൻ തക്കവണ്ണം നമ്മുടെ ചുറ്റും ആളുകളും ഉണ്ട്. പക്ഷെ നമ്മളൊന്നും മിണ്ടാതെ അത് ക്ഷമിക്കുന്നുവെങ്കിൽ അതിന് പറയുന്ന പേരാണ് ആത്മബലം. ഈ ആത്മബലത്തെ പറ്റിയാണ് പറയുന്നത്. യോഹന്നാൻ സ്നാപകന്റെ നാളുകൾ മുതൽ ഇന്നേ വരെ സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു, ബലാത്കാരികൾ അതിനെ പിടിച്ചടക്കുന്നുവെന്ന് പറയുന്നത്. ഒരു ഉദാഹരണം കൂടെ പറഞ്ഞാൽ മനസ്സിലാകും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ജോർജ് കുറ്റിക്കൽ എന്ന് പറയുന്ന ഒരു അച്ഛൻ, അതായത് ആകാശപ്പറവകളുടെ കൂട്ടുകാരൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹമാണ് ആകാശപ്പറവകൾ എന്ന് പറയുന്ന സ്ഥാപനം ഉണ്ടാക്കിയത്. അതായത് നഗരങ്ങളിലൂടെ, പട്ടണങ്ങളിലൂടെ, ഗ്രാമങ്ങളിലൂടെ ആരോരും ഇല്ലാതെ മാനസിക അസ്വസ്ഥ മൂലമൊക്കെ ജീവിക്കുന്നവരെ മുടി വളർന്ന് അതുപോലെ പ്രാകൃത രൂപത്തിലായി ഭക്ഷണം കഴിക്കാതെ മരുന്നും കഴിക്കാതെ എല്ലാവരും ഉപേക്ഷിച്ച് കടത്തിണയിൽ കിടക്കുന്നവരെയൊക്കെ അദ്ദേഹം കൂടെ കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തെ ഒരു ചെറിയൊരു കുടില് പോലെ ഒരെണ്ണം ഉണ്ടാക്കി, ഓലമേഞ്ഞ ഒരെണ്ണം ഉണ്ടാക്കി തൃശ്ശൂർ മേഖലയാണ് ആരംഭിക്കുന്നത്. അപ്പൊ അത് പലയിടത്തുമായി, കേരളത്തിൽ പലയിടത്തും ആകാശപ്പറവുകൾ എന്ന് പറയുന്ന സ്ഥാപനമുണ്ട്. ഇങ്ങനെ അവരെ കൊണ്ടുവന്ന് അവരെ കുളിപ്പിച്ച് അവർക്ക് വേണ്ട ഭക്ഷണം കൊടുത്ത് അവർക്ക് പുതിയ വസ്ത്രം കൊടുത്ത് അവരുടെ നഖവും മുടിയും വെട്ടി അവർക്ക് വേണ്ട മരുന്ന് കൊടുത്ത് അവരെ പരിചരിക്കുന്ന സ്ഥാപനമാണ് ആകാശപ്പറവകൾ. അപ്പൊ ഇത് സ്ഥാപിച്ച മനുഷ്യനാണ് ജോർജ് കുറ്റിക്കൽ അച്ഛൻ. അച്ഛൻ ഒരിക്കൽ ഒരു ട്രെയിൻ യാത്രയിൽ സഞ്ചരിക്കുമ്പോൾ അച്ഛനിരിക്കുന്ന ഒരു ബോഗിയിൽ ഒരു സ്ത്രീ ഇരുന്ന് അച്ഛനെ കണ്ടപ്പോ ആ സമയം മുതൽ കന്യാസ്ത്രീമാരെയും അച്ഛന്മാരെയും ഒക്കെ വല്ലാതെ അങ്ങോട്ട് വിമർശിക്കാൻ തുടങ്ങി. വളരെ മോശമായ ഭാഷയിൽ നല്ല ശക്തമായ ശബ്ദത്തിൽ ഈ സ്ത്രീ എല്ലാവരും കേൾക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങി. അപ്പൊ ആ ബോഗിയിലുള്ള എല്ലാവർക്കും മനസ്സിലായി ഇത് അച്ഛനെ എതിരാണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലായി. നല്ല അതികായകനായ ഒരു മനുഷ്യനാണ്, നല്ല തടിയുള്ള ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം ഒന്ന് കൈവച്ചാൽ തീരാനുള്ളതുള്ളൂ ഈ സ്ത്രീ. പക്ഷെ ഇദ്ദേഹം എന്ത് ചെയ്തതെന്ന് അറിയാമോ? ഈ സ്ത്രീ ഇരിക്കുന്നിടത്ത് എന്ന് ഈ രണ്ട് സീറ്റുകളുടെ ഇടയിലേക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഇദ്ദേഹത്തിന്റെ ഈ നല്ല തടിയുള്ള ശരീരത്തോടുകൂടെ അവിടെ കുനിഞ്ഞിരിക്കാൻ. പക്ഷെ അദ്ദേഹം വളരെ ആയാസപ്പെട്ട് അവിടെ കുനിഞ്ഞിരുന്ന് ഈ സ്ത്രീയുടെ കാലുകളിൽ തൊട്ട് വണങ്ങിയിട്ട് ആ സ്ത്രീയോട് ചോദിക്കുകയാണ്, ഇങ്ങനെ ഒരു അപേക്ഷ നടത്തുകയാണ്, ഇങ്ങനെ ഒരു ക്ഷമാപണം നടത്തുകയാണ്, പ്രിയപ്പെട്ട സഹോദരി, ഏതെങ്കിലും കന്യാസ്ത്രീമാരോ ഏതെങ്കിലും അച്ഛന്മാരോ നിന്നെ ഏതെങ്കിലും കാലഘട്ടത്തിൽ ഉപദ്രവിക്കുകയോ നിനക്ക് വേദന തരികയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു പകരക്കാരനായിട്ട് ഞാൻ ഈ സഭയുടെ പ്രതിനിധിയായിട്ട് നിന്നോട് ക്ഷമ ചോദിക്കുന്നുവെന്ന് അദ്ദേഹം ആ സമയത്ത് പറയുകയാണ്. ഇതിന് പറയുന്ന പേരാണ് ആത്മബലം. അതായത് നമ്മളെ ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ നമ്മളിങ്ങനെ തിരിച്ച് അവരോട് ക്ഷമിച്ചുകൊണ്ടേയിരിക്കുന്നതിന് പറയുന്ന പേരാണ് ആത്മബലം. ഇങ്ങനെയുള്ളവരാണ് എവിടെ പ്രവേശിക്കുക? സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. യേശു അതല്ലേ പറയുന്നത്? നിന്നോട് ആരെങ്കിലും പിടിച്ചു പറിക്കാൻ വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിന്റെ മേൽക്കുപ്പായം പിടിച്ചു പറിക്കാൻ വരുന്നവന് അടിയിരങ്ങളെ ഊരി കൊടുക്കാനാണ് പറയുന്നത്. അതുപോലെ തന്നെ നിന്റെ ഒരു കരണത്തടിക്കുന്നവന് മറ്റേത് അല്ലേ? പുതിയ നിയമ സുവിശേഷത്തിന്റെ കാമ്പെന്താണ്? ഇതാണ് വിട്ടുകൊടുക്കുക, ക്ഷമിക്കുക, സഹിക്കുക. ഇതൊക്കെയാണ് പുതിയ നിയമത്തിന്റെ സുവിശേഷത്തിന്റെ
ഉള്ളടക്കം. അപ്പൊ അതാണ് യേശു പറയുന്നത്, ഇങ്ങനെയുള്ളവരാണ് സ്വർഗരാജ്യത്തെ നേടുക. യോഹന്നാൻ സ്നാപകന് ശേഷം നമുക്കറിയാം സ്തേഫാനോസ്, അദ്ദേഹത്തെ കല്ലെറിഞ്ഞു കൊണ്ടിരുന്നവരെ നോക്കി അദ്ദേഹം പ്രാർത്ഥിച്ചത് എന്താണ്? പിതാവേ, ഈ പാപം ഇവർക്ക് നിർത്തരുത്. ഇവർക്ക് നിർത്തരുതേ. അതായത് യേശു കാൽവറി കുരിശിൽ കടന്ന് പ്രാർത്ഥിച്ച അതേ പ്രാർത്ഥനയാണ് ആര് നടത്തുന്നത്? സ്തേഫാനോസ് നടത്തുന്നത്. അതുകൊണ്ടാണ് സ്തേഫാനോസ് എന്താ കണ്ടേ ഈ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുമ്പോ? സ്വർഗം തുറന്നിരിക്കുന്നത്. സ്വർഗം തുറന്നിരിക്കുന്നതും ഇത് മാത്രമാണോ? ദൈവപിതാവ് സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്നതും പിന്നെന്താ കണ്ടേ? ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. അല്ല, യേശു വലതുഭാഗത്ത് എഴുന്നേറ്റ് നിൽക്കുന്നതും ആര് കണ്ടു? സ്തേഫാനോസ്. സ്തേഫാനോസ് കൊണ്ട് യേശു ക്രിസ്തു പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് എഴുന്നേറ്റ് നിൽക്കുകയാണ്. നമ്മുടെ എല്ലാ വിശ്വാസ പ്രമാണത്തിലും അതിനു മുമ്പെയുള്ള വചനം പഠിക്കുമ്പോഴൊക്കെ യേശു പിതാവിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷേ സ്തേഫാനോസ് ഇങ്ങനെ മരിച്ചുകൊണ്ടിരുന്ന സമയത്ത് യേശു എഴുന്നേറ്റ് നിന്ന് എന്ത് ചെയ്യുക? ഒരിക്കൽ ഒരു വചന പ്രഘോഷം അദ്ദേഹം പറയുന്നത് കേട്ടു. ഇത് കണ്ടുകൊണ്ട് യേശു കൈയടിച്ച്, മോനെ, ഇതാണ് ക്രൈസ്തവ ജീവിതം, കേറി വാടാ മോനെ എന്ന് പറഞ്ഞ് യേശു അവിടെ നിന്ന് വലിയ സന്തോഷത്തോടുകൂടെ നിൽക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു ഭാവനയിൽ വർണ്ണിക്കുന്നത് കേൾക്കുവാനായിട്ട് സാധിച്ചത്. അത് ഒരുപക്ഷെ 100% ശരിയായി വരാനാണ് സാധ്യത. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ POC ബൈബിളിന്റെ ഈ വാക്യം ഒന്ന് ഞാൻ വായിക്കാം, അപ്പൊ കുറച്ചുകൂടെ വ്യക്തമാകും. വിശുദ്ധ മത്തായി 11:12 സ്നാപക യോഹന്നാന്റെ നാളുകൾ മുതൽ ഇന്ന് വരെ സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു. ബലവാന്മാർ അത് പിടിച്ചടക്കുന്നു. അത് നല്ല ജിമ്മിലൊക്കെ പോയി നല്ല മസിൽ ചാടിച്ചവരെ പറ്റിയല്ല പറയുന്നത്. അതിന് പകരം ഈ ജഡത്തെ ക്ഷീണിപ്പിച്ച് ഈ ജഡത്തിന്റെ ആഗ്രഹങ്ങളോട് വിട പറഞ്ഞ് ആത്മാവിൽ ബലപ്പെട്ട് ആത്മീയ ജീവിതം നയിക്കുന്നവരെ പറ്റിയാണ് പറയുന്നത്. ഇങ്ങനെയുള്ളവരാണ് സ്വർഗരാജ്യം കീഴ്പ്പെടുത്തുക എന്ന് യേശു പറയുന്നത്. മനസ്സിലായോ എല്ലാവർക്കും? മനസ്സിലായി. ഇങ്ങനെ ഇപ്പൊ ഈ പറഞ്ഞവരൊക്കെ അല്ലേ അച്ഛാ ബലാൽക്കാരികള്? അതെ അതെ അതെ. സ്നാപക യോഹന്നാനും പിന്നീട് സഹദേവന്മാരും സുലേഹന്മാരും പിന്നീട് യേശുവിന്റെ വചനം കേട്ട് ഇങ്ങനെ കഴുത്ത് നീട്ടിക്കൊടുത്ത ഒത്തിരി ആളുകളില്ലേ ഈ കാലയളവിലും? യേശുവിന്റെ നാമത്തിൽ മരിക്കാൻ തയ്യാറായിട്ട് നടക്കുന്ന ആളുകളുണ്ട്. യേശു പറയുന്നത് പോലെ ജീവിക്കുന്ന ആളുകളുണ്ട്. അവരാണ് ബലാൽക്കാരികൾ അല്ലെങ്കിൽ ബലവാന്മാർ. പിന്നീട് 13 മുതലുള്ള വാക്യം വായിക്കാമോ? സകല പ്രവാചകന്മാരും ന്യായപ്രമാണവും യോഹന്നാൻ വരെ പ്രവചിച്ചു. നിങ്ങൾക്ക് പരിഗ്രഹിപ്പാൻ മനസ്സുണ്ടെങ്കിൽ വരുവാനുള്ള ഏലിയാവ് അവൻ തന്നെ. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അതായത് ഏലിയ പ്രവാചകൻ യേശുക്രിസ്തുവിന് മുന്നമേ വരുമെന്ന്, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിന് മുമ്പേ വരുമെന്നൊക്കെ ഉള്ളൊരു പ്രവചനം മാലാഖി പ്രവാചകന്റെ പുസ്തകത്തിലുണ്ട്. ഏലിയ വന്ന് ആ വാക്യം എടുക്കാം. നമുക്ക് മാലാഖി പ്രവാചകന്റെ പുസ്തകം എടുക്കാമോ? എടുക്കാൻ എളുപ്പമാണ്. വിശുദ്ധ മത്തായിയുടെ തൊട്ട് മുമ്പാണ്. വിശുദ്ധ മാലാഖി പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 5-ാമത്തെ വാക്യം വായിച്ചേ. മാലാഖി 4:5. യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുമ്പേ ഞാൻ നിങ്ങൾക്ക് ഏലിയാ പ്രവാചകനെ അയക്കും. ഞാൻ വന്ന് ഭൂമിയെ സംഹാര ശബ്ദം കൊണ്ട് ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിനെ അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കും. കണ്ടോ? ഏലിയ പ്രവാചകന്റെ വരവിനെ പറ്റി പറയുന്നുണ്ട്, യേശുവിന്റെ വരവിന് മുന്നമേ. അപ്പോ അതാണ് യേശുവിടെ പറയുന്നത്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ മനസ്സുണ്ടെങ്കിൽ ഞാൻ പറയാം, വരാനിരിക്കുന്ന ഏലിയാവ് അവൻ തന്നെ എന്ന് പറയാണ്. അതുകൊണ്ട് ഏലിയായുടെ ആത്മചൈതന്യത്തോടു കൂടെ വന്നവനായിരുന്നു ആര്? യോഹന്നാൻ സ്നാപകൻ. അപ്പൊ ഈ യോഹന്നാൻ സ്നാപകൻ അതുകൊണ്ടാണ് വചനം പ്രഘോഷിക്കുമ്പോൾ ഹൃദയത്തിൽ കുത്തുകൊണ്ട് ആളുകളെല്ലാം മാനസാന്തര സ്നാനം സ്വീകരിക്കാനായിട്ട് മരുഭൂമിയിലേക്ക്, യോർദാന്റെ കരയിലേക്ക് ഓടി വന്നുകൊണ്ടിരുന്നത്. അതിനുശേഷം യേശു പറയുന്ന കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. എന്നാൽ ഈ തലമുറയെ ഏതിനോട് ഉപമിക്കേണ്ടു? ചന്തസ്ഥലങ്ങളിൽ ഇരുന്ന് ചങ്ങാതികളോട് ഞങ്ങൾ നിങ്ങൾക്കായി കുഴലൂതി നിങ്ങൾ നൃത്തം ചെയ്തില്ല,
ഞങ്ങൾ വിലാപം പാടി നിങ്ങൾ മാറത്തടിച്ചില്ല എന്ന് വിളിച്ചു പറയുന്ന കുട്ടികളോട് അത് തുല്യം. അതായത് കുട്ടികൾ അങ്ങനെ പറയുമ്പോൾ അതെന്താണ്, നമ്മളെ അടുത്ത് വന്ന് പറയുകയാണ്. ഇപ്പൊ എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. അതിലെ മൂത്തയാള് വന്ന് എന്നോട് പറയുകയാണ്, ഞാന് ഒരു പാട്ട് പാടി, പക്ഷെ എൻ്റെ അനിയൻ അവൻ ഡാൻസ് കളിച്ചില്ല എന്ന് വന്ന് പറയുമ്പോൾ നമുക്ക് അതെന്തായിട്ട് തോന്നും? അവര് കുട്ടികളുടെ ഇടയിലുള്ള ഒരു കാര്യം, അത് നിസ്സാര കാര്യമായിട്ട് എന്ത് ചെയ്യും? തള്ളിക്കളയും. അപ്പൊ ഇവിടെ അങ്ങനെയാ പറയുന്നത്, കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് യേശു പറയുന്നത്. ഇത് ഒരു കുട്ടിക്കളിയായിട്ടൊക്കെ അല്ലെങ്കിൽ ഒരു തമാശയായിട്ടൊക്കെ കാണുന്ന ആളുകളുണ്ട്. യേശു എന്ന് പറയുന്ന വാക്കുകൾക്ക് ഒരു വിലയും കൊടുക്കാത്ത ആളുകൾ അന്നും ഇന്നുമുണ്ട്. അങ്ങനെയുള്ളവരെ പറ്റിയാണ് യേശു പറയുന്നത്. പിന്നീട് 18 മുതലുള്ള വാക്യം വായിക്കാമോ? 18ഉം 19ഉം. യോഹന്നാൻ തിന്നുകയും കുടിക്കുകയും ചെയ്യാത്തവനായി വന്നു, അവന് ഭൂതമുണ്ടെന്ന് അവർ പറയുന്നു. മനുഷ്യപുത്രൻ തിന്നും കുടിച്ചും കൊണ്ടുവന്നു. തിന്നിയും കുടിയനുമായ മനുഷ്യൻ ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതൻ എന്ന് അവർ പറയുന്നു. ജ്ഞാനം തന്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. മനുഷ്യന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾക്കനുസരിച്ച് ജീവിതം ക്രമീകരിക്കാൻ തുടങ്ങിയാൽ പരാജയപ്പെടും. കാരണം ആ കാലഘട്ടത്തിലെ മനുഷ്യർ യോഹന്നാന്റെയും യേശുവിന്റെയും വരവ് കണ്ട മനുഷ്യർ പറഞ്ഞു, അതായത് ഇതിനോടൊന്നും താല്പര്യമില്ലാത്തവര് പറഞ്ഞു, പ്രത്യേകിച്ച് കപട ജീവിതം നയിക്കുന്നവരെല്ലാം ഇതിനെ വിമർശിച്ചു. ഇങ്ങനെ പറഞ്ഞത്, യോഹന്നാൻ ഭയങ്കര ഉപവാസത്തിലും പ്രാർത്ഥനയിലും ഒക്കെ ആയിട്ട് വന്നു, കിട്ടുന്നതെല്ലാം ഒന്നും കഴിക്കില്ല. അദ്ദേഹം കഴിച്ച എന്തായെന്ന് അറിയാലോ? ഒരു തരത്തിലുള്ള ഒരു പയറും പിന്നെ കാട്ടുതേനും മാത്രം കഴിച്ച് ജീവിച്ചവനാണ് യോഹന്നാൻ സ്നാപകൻ. പക്ഷെ യേശു ആകട്ടെ, ആരെല്ലാം വീട്ടിലേക്ക് വിളിച്ചാലും യേശു പോയി അവിടുന്ന് കിട്ടുന്ന ഭക്ഷണമൊക്കെ യേശു മിതമായ രീതിയിൽ കഴിക്കുകയും ചെയ്യായിരുന്നു. അതുകൊണ്ട് ജനം പറഞ്ഞു, യോഹന്നാൻ തിന്നാതെയും കുടിക്കാതെയും വന്നവനായിട്ട് വന്നപ്പോ അവന് ഭൂതമുണ്ടെന്ന് പറഞ്ഞു, ഇല്ലേ? കാരണം അങ്ങനെ ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അവന് ഭൂതമുണ്ടെന്ന് പറഞ്ഞു. യേശു കഴിക്കുകയും കുടിക്കുകയും ചെയ്യാനായിട്ട് വന്നപ്പോ തിന്നിയും കുടിയനുമായ മനുഷ്യൻ ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനെന്ന് അവർ പറഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ മറ്റുള്ളവരുടെ വാക്കുകൾക്ക് വലിയ വില കൊടുക്കാതിരിക്കുകയാണ് നല്ലത്. കാരണം പലർക്കും പല അഭിപ്രായങ്ങളാണ് നമ്മളെ പറ്റി. ഞാൻ ഈ പള്ളിയിൽ വികാരിയായിരിക്കുമ്പോൾ പലർക്കും പല അഭിപ്രായങ്ങൾ കാണും. നെഗറ്റീവും കാണും, പോസിറ്റീവും കാണും. ഇതിനെല്ലാത്തിനും ചെവി കൊടുത്ത് എനിക്കിവിടെ വികാരിയായിട്ടിരിക്കാൻ പറ്റൂ? ഒരിക്കലും പറ്റില്ല. നിങ്ങൾക്കും അറിയാതെ. അതുകൊണ്ട് നമ്മൾ ആർക്ക് ചെവി കൊടുക്കണം? നമ്മൾ ചെവി കൊടുക്കേണ്ടത് നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിന് ചെവി കൊടുക്കണം. ഈ ദൈവം നമ്മുടെ ഉള്ളിൽ മനസാക്ഷി എന്ന് പറയുന്ന സാധനം, ദൈവികമായൊരു സാധനം സ്ഥാപിച്ചിട്ടുണ്ട്. ഈ മനസാക്ഷി എന്ത് പറയുന്നോ അത് കേൾക്കുക. ദൈവം എന്ത് പറയുന്നോ അതും കേൾക്കുക, മനസാക്ഷി പറയുന്നത് കേൾക്കുക, അതിനനുസരിച്ച് മുന്നോട്ട് പോവുക. ഇല്ലെങ്കിൽ ഒരു ശുശ്രൂഷയും ചെയ്യാനായിട്ട് സാധിക്കില്ല. അതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പിന്നീട് 20 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ യേശു വചന ശുശ്രൂഷയുമായി മുൻകാലങ്ങളിൽ പോയ ദേശനിവാസികൾ മാനസാന്തരപ്പെടാതെ അവരവരുടെ പഴയ പാപജീവിതത്തെക്കാട്ടിലും തരം താഴ്ന്ന ജീവിതത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അവരെ ശാസിച്ചുകൊണ്ട് യേശു പറയുകയാണ്, കോരസേനയെ നിനക്ക് ഹാകഷ്ടം, ബെത്സയിദായെ നിനക്ക് ഹാകഷ്ടം. നിങ്ങളിൽ നടന്ന വീര്യപ്രവർത്തികൾ സോരിലും സീദോനിലും നടന്നിരുന്നുവെങ്കിൽ അവർ പണ്ട് തന്നെ രട്ടിലും വെണ്ടേറിലും ഇരുന്ന് മാനസാന്തരപ്പെടുമായിരുന്നു. നമുക്കറിയാം സോരിലും സീദോനിലും നടന്ന വീര്യപ്രവർത്തികൾ. പിന്നീട് അതിനുശേഷം താഴെ പറയുകയാണ്, കഫർനഹൂമേ, നീ സ്വർഗത്തോളം ഉയർന്നിരിക്കുമോ? നീ പാതാളം വരെ താണുപോകും. നിന്നിൽ നടന്ന വീര്യപ്രവർത്തികൾ സോതോമിൽ നടന്നിരുന്നുവെങ്കിൽ അത് ഇന്ന് വരെ നിൽക്കുമായിരുന്നു. സോതോം ഗോമോറ ദേശം എങ്ങനെയാ ദൈവം നശിപ്പിച്ചതെന്ന് പുറപ്പാട് പുസ്തകത്തിൽ ഉണ്ട്, ഉൽപ്പത്തി പുസ്തകത്തിലുണ്ട്. അഗ്നി ഇറക്കി ദൈവം നശിപ്പിച്ച സ്ഥലമാണ്. കാരണം അവിടുത്തെ പാപ സാഹചര്യം. എന്നാൽ പ്രിയപ്പെട്ടവരെ, അവിടെ കർത്താവ് പറയാണ്, അവിടെ ഞാൻ ഇറങ്ങിച്ചെന്ന് ഈ ശുശ്രൂഷകൾ അവിടെ ചെയ്തായിരുന്നെങ്കിൽ ആ ജനം അന്ന് തന്നെ വെണ്ണീറിലിരുന്ന് മാനസാന്തരപ്പെട്ട് വലിയ വായിൽ നിലവിളിച്ച് ദൈവസന്നദ്ധിയിൽ ഒരു പാപമോചനത്തിന് അപേക്ഷിച്ചിരുന്നേനെ. പക്ഷെ നിങ്ങളോ, കോരസീനെ, അതുപോലെ തന്നെ ബെത്സയിദായെ, കഫർനഹൂമേ, നിന്നിൽ നടന്ന ഈ അത്ഭുത പ്രവർത്തികളും ഈ ശുശ്രൂഷകളും എല്ലാം കണ്ടിട്ടും നീ അല്പം പോലും മാനസാന്തരപ്പെടാതെ ഇങ്ങനെ ആയിരിക്കുന്നത് കൊണ്ട് നിനക്ക് ഹാ കഷ്ടമെന്ന് പറയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത് നമ്മളെ ഓരോരുത്തരെയും വളരെ ശക്തമായ രീതിയിൽ
ബാധിക്കുന്ന വചനമാണ്. അതായത് വളരെ ചെറുപ്പം മുതൽ വചനം കേട്ട് ജീവിച്ച് വളർന്നു വന്നിട്ടും ഈ വിജാതീയരെക്കാട്ടിലും തരം താഴ്ന്ന നിലവാരമുള്ള മനുഷ്യരായി നമ്മൾ എന്നും ജീവിക്കുകയാണെങ്കിൽ കർത്താവിന്റെ ആത്മാവ് നമ്മുടെ കർണപുടങ്ങളിലൂടെ പറയുന്നുണ്ട്, കോരസീനെ നിനക്ക് കഷ്ടം, ബെത്സയിദായെ നിനക്ക് കഷ്ടം, അതുപോലെ കഫർനഹൂമേ നിനക്ക് കഷ്ടം. അതിന്റെ ഭാഗത്ത് ഈ പേരുകളുടെ ഭാഗത്ത് നമ്മുടെ പേര് വെക്കണം. എന്നിട്ട് നമ്മൾ വായിക്കണം, എന്താണ്? എൽദോസെ നിനക്ക് കഷ്ടം എന്ന് പറഞ്ഞ് ഓരോരുത്തരും അവരവരുടെ പേര് വെച്ച് എന്ത് ചെയ്യണം? ഈ വചനം സ്വയം ജീവിതത്തിൽ പരിശോധിച്ച് നോക്കണം. അതായത് കർത്താവിന്റെ വചനം കേട്ടിട്ടും യാതൊരു വിധത്തിൽ ഒരു മാറ്റവും ഇല്ലാതെ പഴയതുപോലെ വെറുപ്പിലും വിദ്വേഷത്തിലും പകയിലും പിണക്കത്തിലും മ്ലേച്ഛതയിലും വ്യഭിചാരത്തിലും തിന്മയിലും മദ്യപാനത്തിലും വെറിക്കൂത്തുകളിലും ഒക്കെയാണ് ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ, മറ്റുള്ളവന്റെ കുറവുകളും ഏഷണിയും പറഞ്ഞ് വെറുപ്പ് പകർന്ന് കൊടുക്കുന്ന ആളുകളായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മളെ പറ്റി ഈ വചനം കർത്താവ് പറയുന്നുണ്ട്, നിനക്ക് കഷ്ടമെന്ന് പറയുന്നുണ്ട്. പിന്നീട് 25 മുതലുള്ള വാക്യങ്ങളിൽ യേശു ഇങ്ങനെയാണ് പറയുന്നത്. ആ സമയത്ത് യേശു പറഞ്ഞത്, പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ, നീ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. അതേ പിതാവേ, ഇങ്ങനെയല്ല നിനക്ക് പ്രസാദം തോന്നിയത്. അതായത് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി ജ്ഞാനികൾക്ക് മറച്ചു വെച്ചു എന്ന് പറയുമ്പോൾ, യേശു ശിഷ്യഗണത്തിലേക്ക് വിളിച്ചടിപ്പിച്ചവരെല്ലാം അവര് വലിയ വിജ്ഞാനികളൊന്നും ആയിരുന്നില്ല. മക്കളെ വാ എന്ന് പറഞ്ഞപ്പോ തന്നെ പുറകെ ഇറങ്ങി വന്നവരായിരുന്നു. എന്നാൽ ഭയങ്കര അറിവും ഭയങ്കര ജ്ഞാനവും ഉള്ളവരായിരുന്നെങ്കിൽ യേശുവിന്റെ പുറകെ ഇറങ്ങി പോവുമായിരുന്നു, ഇറങ്ങി വരില്ലായിരുന്നു. അതുകൊണ്ടാണ് വേദപണ്ഡിതന്മാരും ആ കാലഘട്ടത്തിലെ ന്യായശാസ്ത്രിമാരും യേശുവിന്റെ വാക്ക് കേൾക്കാതെ യേശുവിന് വിരോധമായിട്ട് പുറപുറത്തുകൊണ്ട് നടന്നതിന്റെ കാരണം അവര് വലിയ അറിവുള്ളവരാണെന്നുള്ള ചിന്താഗതി അവർക്കുണ്ടായിരുന്നു. അതായത് വേദപണ്ഡിതന്മാരാണ്, അതുകൊണ്ട് ആര് പറഞ്ഞാലും അത് ഇനി ഒരു മാറ്റവും ഇല്ല. അതുകൊണ്ട് അവര് പ്രവാചകന്മാരെ കൊന്നുകളഞ്ഞു, പ്രവാചകന്മാരെ കല്ലെറിഞ്ഞു. സ്തേഫാനോസിനെയൊക്കെ വല്ലാത്ത കോപം കൊണ്ട് കല്ലെറിഞ്ഞു കൊല്ലുന്നതിനെ പറ്റി അപ്പോസ്തല പ്രവൃത്തി എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ കാരണം തങ്ങള് ആര് പറഞ്ഞാലും മാറാൻ കഴിയാത്ത വിധം തങ്ങൾക്ക് തന്നെ ജ്ഞാനികളായിട്ട് പരിഗണിച്ച വ്യക്തികളായിരുന്നു. അതുകൊണ്ടാണ് ആരും കേൾക്കാതിരുന്നത്. അതുകൊണ്ട് യേശുവിന്റെ ശിഷ്യന്മാരാകട്ടെ ശിശുക്കളെ പോലെ അവര് വളരെ എളിമയുള്ളവരും താഴ്മയുള്ളവരുമായിരുന്നത് കൊണ്ട് യേശു പറഞ്ഞതെല്ലാം അങ്ങനെ തന്നെ സ്വീകരിച്ച് അന്ധമായിട്ട് വിശ്വസിച്ച് യേശുവിന്റെ പിന്നാലെ പോയി. അതുകൊണ്ട് തങ്ങൾക്ക് തന്നെ ജ്ഞാനികളായി തോന്നാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. കർത്താവിന്റെ വചനം എന്താണോ അത് പരിപൂർണമായിട്ടും വിശ്വസിക്കാനായിട്ട് പരിശ്രമിക്കണം എന്നുള്ള കാര്യം ദൈവസ്നേഹത്തിൽ നിങ്ങളെ ഈ സമയത്ത് അറിയിക്കുകയാണ്. അതിനുശേഷം 28-ാമത്തെ വാക്യം, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അതുകൊണ്ട് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ യേശുവിന്റെ അടുക്കൽ വന്നാൽ മതി, അവർക്ക് ആശ്വാസം ലഭിക്കുമെന്ന് യേശുവിന്റെ ശിഷ്യഗണത്തിൽപ്പെട്ട ഞാൻ നിങ്ങളോട് പറയുകയാണ്. അത് എൻ്റെ അനുഭവമാണ്, എൻ്റെ അപ്പന്റെ അനുഭവമാണ്. അത് പറയാനുള്ള ഒരു സമയമില്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നത്, പിന്നീട് ഏതെങ്കിലും ഒരു അവസരത്തിൽ പറയാം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ യേശുവിന്റെ അടുക്കൽ വന്നാൽ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. ആ ഭാരം യേശു ഏറ്റെടുത്ത് യേശു നമുക്ക് ഭാരമില്ലാത്തൊരവസ്ഥയിലൂടെ ജീവിതം മുന്നോട്ട് നയിക്കാനായിട്ട് ഇടവരുത്തും. അതൊരു ഉദാഹരണത്തിലൂടെ പറഞ്ഞാൽ മനസ്സിലാകും. എനിക്കിപ്പോ 80 കിലോ ഭാരമുണ്ട്. അപ്പൊ ഞാൻ നടക്കുമ്പോൾ എനിക്ക് 80 കിലോ ഭാരം എനിക്ക് ഫീൽ ചെയ്യും. അതേ സമയത്ത് ഞാൻ വെള്ളത്തിൽ ചാടിക്കടന്നാൽ എനിക്ക് വെള്ളത്തിൽ കിടക്കുമ്പോൾ എൻ്റെ ശരീരത്തിന് ഇത്ര ഭാരമുള്ളതായിട്ട് തോന്നില്ല. നിങ്ങൾക്കും തോന്നില്ല, എനിക്കും തോന്നില്ല. കാരണം ഞാൻ കിടക്കുന്നത് വെള്ളത്തിലാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വെള്ളത്തിൽ കിടക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ, അതേപോലെ ഭാരമില്ലാത്ത നമ്മുടെ ഭാരങ്ങളെല്ലാം ആരേറ്റെടുക്കും? യേശു ഏറ്റെടുക്കും. അതുകൊണ്ട് യേശുവിന്റെ അടുക്കൽ ചെല്ലുക. നിങ്ങളുടെ ഭാരങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഏറ്റെടുത്ത് നിങ്ങളെ ആശ്വസിപ്പിക്കാൻ കർത്താവ് സന്നദ്ധനാണ്. ഇത് യേശു പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞതല്ല. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവാൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. 29-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 29-30. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എന്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എന്റെ നുകം മൃദുവും എന്റെ ചുമട് ലഘുവുമാകുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ 12-ാമത്തെ വാക്യം, യോഹന്നാൻ സ്നാപകന്റെ
നാളുകൾ മുതൽ ഇന്നേ വരെ സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു, ബലാത്കാരികൾ അതിനെ പിടിച്ചടക്കുന്നു. യേശു പറയുകയാണ്, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. സ്വർഗത്തിലെ യേശു ക്രിസ്തു ഈ ലോകത്ത് പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിരുന്നു. യേശു സ്വർഗാരോഹണം ചെയ്തു പോകുന്നതിനെ പറ്റി ഇതിന് ഉദാഹരണമൊന്നും പറയാൻ പറ്റില്ല. എന്നാൽ പോലും പറയുകയാണ്, യേശു മരിച്ചു സ്വർഗാരോഹണം ചെയ്തു എന്ന് അപ്പോസ്തല പ്രവൃത്തിയിലും സുവിശേഷത്തിലും എഴുതി വെച്ചിരിക്കുകയാണ്. അതിന്റെ കാരണം യേശു സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ യേശു സ്വർഗരാജ്യത്തെ കീഴടക്കി. യേശുവായിട്ട് ബന്ധിപ്പിച്ച് പറയാൻ പറ്റില്ല, കാരണം യേശു ദൈവപുത്രനാണ്, സ്വർഗത്തിന്റെ അധിപതിയാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ യേശുവിനെ പോലെ സൗമ്യതയിലും താഴ്മയിലും ജീവിതം മുന്നോട്ട് നയിച്ചു കഴിഞ്ഞാൽ ഒരു മരണം നമുക്കുമുണ്ട്, ഒരു ഉദ്ധാനം ഉണ്ടാകും, പിന്നീട് ഒരു സ്വർഗാരോഹണം ഉണ്ടാകും. അത് യേശു സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ യേശു പറയുകയാണ്, എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. ആത്മാവ് ആശ്വാസം കണ്ടെത്തുന്നത് എവിടെയാണ്? നരകത്തിലാണോ സ്വർഗത്തിലാണോ? സ്വർഗത്തിൽ. അപ്പോൾ എളിമയുള്ളവരായി ജീവിച്ച സ്വർഗത്തിലെത്തുമെന്നാണ് യേശു ഇത് പറഞ്ഞു വെക്കുന്നത്. എന്റെ മുഖം മൃദുവും എന്റെ ചുമട് ലഘുവുമാകുന്നു എന്ന് പറഞ്ഞ് ഈ വചനഭാഗം അവസാനിക്കുകയാണ്. അടുത്തതായി നമ്മള് 41 സങ്കീർത്തനമാണ് കഴിഞ്ഞ ആഴ്ച പഠിച്ചത്. 42 സങ്കീർത്തനം. 42 സങ്കീർത്തനത്തിന്റെ മുകളിലെ ഹെഡിങ് നോക്കി അറിയാം, 2-ാം പുസ്തകം എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോ 41 വരെയുള്ള ഭാഗങ്ങൾ 1-ാം പുസ്തകമാണ്. സങ്കീർത്തനത്തിലെ 1-ാം പുസ്തകത്തിൽ എത്ര അധ്യായങ്ങളുണ്ട്? 41 അധ്യായങ്ങളുണ്ട്. 2-ാം പുസ്തകമാണ് ഈ കാണുന്നത്. 2-ാം പുസ്തകത്തിൽ അതിന്റെ താഴെ എഴുതി വെച്ചിരിക്കുകയാണ്, സംഗീത പ്രമാണിക്ക് കോരഹ പുത്രന്മാരുടെ ഒരു ധ്യാനം. കോരഹ പുത്രന്മാർ എന്ന് പറഞ്ഞാൽ ലേവ്യ ഗോത്രത്തിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു കോരഹ്. അദ്ദേഹത്തിന്റെ തലമുറകൾ ആണ് കോരഹ പുത്രന്മാർ. ഈ കോരഹ പുത്രന്മാർ ദേവാലയത്തിലെ ശുശ്രൂഷകരായിരുന്നു. പ്രത്യേകിച്ച് ഗാനങ്ങൾ ആലപിച്ച് ദൈവത്തെ സ്തുതിക്കേണ്ട, ആരാധിക്കേണ്ട ചുമതല ഈ കോരഹ പുത്രന്മാർക്കായിരുന്നു. അവരുടെ ഒരു സങ്കീർത്തനമാണ് 42-ാം സങ്കീർത്തനം. അതിലെ 1-2 വാക്യങ്ങൾ വായിച്ച്. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ, എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. എന്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാനിടയാകും? മതി. മാൻ നീർത്തോടിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ, എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. മാൻ നീർത്തോടിലേക്ക് ചെല്ലുക എന്ന് പറഞ്ഞാൽ നല്ല വരൾച്ചയുള്ള കാലഘട്ടത്തിൽ, നല്ല വേനൽ കാലഘട്ടത്തിൽ, നമുക്കറിയാം വനത്തിലാണെങ്കിലും വെള്ളത്തിന് ക്ഷാമം ഉണ്ടാകുന്ന ഒരു കാലഘട്ടം വരും. അതുകൊണ്ടാണ് ഈ വന്യമൃഗങ്ങളെല്ലാം ഈ വെള്ളം തേടിയൊക്കെ നാട്ടിൻ പുറത്തേക്കൊക്കെ ഇറങ്ങി വരുന്നതിന്റെ കാരണം ആ കാട്ടിലും വെള്ളം കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടാകുന്ന സമയത്താണ് ഈ വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങി വരുന്നത്. വെള്ളവും ഭക്ഷണവും ഇല്ലാതാകുമ്പോൾ. അതേപോലെ മാൻ നീർത്തോടിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ, എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. അപ്പൊ മാനിനെ നീർത്തോടിലേക്ക് പോകാൻ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ്? മാനൊരു വെള്ളമില്ല, ദാഹമാണ് വെള്ളം തേടി നീർച്ചാലിലേക്ക് പോകാൻ പ്രേരിപ്പിക്കുന്നത്. അതേപോലെ ദൈവമേ, എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു എന്ന് പറയുകയാണ്. അപ്പോ ഒരു ദാഹം വേണം. എന്തിന്? ദൈവത്തിന് വേണ്ടി നമുക്കൊരു ദാഹം വേണം. ആ ദാഹത്തിന്റെ തീവ്രത എത്രയാണോ അതിനനുസരിച്ച് നമുക്ക് ദൈവത്തെ അനുഭവിക്കാനായിട്ട് സാധിക്കും. അതായത് യേശു തന്നെ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, ദാഹിക്കുന്ന ഏവരുമേ നിങ്ങൾ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കുവീൻ എന്ന് പറയുന്നുണ്ട്. പെരുന്നാളിന്റെ അവസാന ദിവസം യേശു യെരൂശലേം ദേവാലയത്തിൽ വെച്ച് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ദാഹിക്കുന്ന ഏവരുമേ നിങ്ങൾ എൻ്റെ അടുക്കൽ വന്ന് സൗജന്യമായി വാങ്ങിക്കുടിക്കുവനെന്ന് പറഞ്ഞു. അപ്പോ ആർക്കാണ് കർത്താവ് കൊടുക്കുന്നത്? ദാഹമുള്ളവർക്കേ കൊടുക്കുകയുള്ളൂ. ദാഹം ഇല്ലാത്തവന് വല്ലതും കിട്ടുമെന്ന് വിചാരിച്ച് ആരും ഇരിക്കരുത്. നല്ല ദാഹമുള്ളവർക്ക് ദൈവമേ, അങ്ങില്ലാതെ എനിക്ക് പറ്റില്ല, അവിടുത്തെ കൃപയില്ലാതെ, അവിടുത്തെ കരുണയില്ലാതെ എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല, ദൈവമേ എന്നെ സഹായിക്കണമേ, എന്നോട് കരുണയായിരിക്കണമേ എന്നുള്ള ദാഹത്തോടു കൂടെ കർത്താവിന്റെ പിന്നാലെ സഞ്ചരിക്കുന്നവനാണ് ആരെ കിട്ടുന്നത്? ദൈവത്തെ കിട്ടുന്നത്. അതുകൊണ്ടാണ് യാചിക്കുകയും എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും,
അന്വേഷിക്കുകയും നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്കായിട്ട് തുറക്കപ്പെടുമെന്നെല്ലാം വചനത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. യാചിക്കാത്തവനും അന്വേഷിക്കാത്തവനും മുട്ടുവിളിക്കാത്തവനും ആരെ കിട്ടില്ല? ദൈവത്തെ കിട്ടില്ല. അതിനെ അന്വേഷിക്കണം. പിന്നെ എന്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാൻ ഇടയാകും? മൂന്നാമത്തെ വാക്യം, നിന്റെ ദൈവം എവിടെ എന്ന് അവർ എന്നോട് നിത്യം പറയുന്നത് കൊണ്ട് എന്റെ കണ്ണുനീർ രാവും പകലും എന്റെ ആഹാരമായി തീർന്നിരിക്കുന്നു. അപ്പോ ഇദ്ദേഹം ദേവാലയത്തിലെ ശുശ്രൂഷകൻ ആയിരുന്നു. പക്ഷെ ഇപ്പോ ദേവാലയത്തിൽ ശുശ്രൂഷകൾക്ക് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ വിരോധികൾ പറയുകയാണ്, നിന്റെ ദൈവം എവിടെയെന്ന് അവർ എന്നോട് നിത്യം പറയുന്നത് കൊണ്ട് എന്റെ കണ്ണുനീർ രാവും പകലും എന്റെ ആഹാരമായി തീർന്നിരിക്കുന്നു. ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിന്റെ സന്തോഷവും സ്തോത്രവുമായ സ്വരത്തോടുകൂടെ സമൂഹ മധ്യേ ഞാൻ ദേവാലയത്തിലേക്ക് ചെന്നത് ഓർത്ത് എന്റെ ഉള്ളം എന്നിൽ പകരുന്നു. അപ്പൊ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ്. സമൂഹമായി യെരൂശലേമിലേക്ക് ആരോഹണ ഗീതങ്ങളെല്ലാം ചൊല്ലി അവിടേക്ക് പോകുന്നതും അവിടെ ദൈവത്തെ ആരാധിക്കുന്നതും ഒക്കെ ഓർത്ത് ഈ മനുഷ്യൻ ഉള്ളിൽ വല്ലാതെ അങ്ങോട്ട് വേദനിക്കുകയാണ്. അഞ്ചാമത്തെ വാക്യം, എന്റെ ആത്മാവേ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വെക്കുക, അവൻ എന്റെ മുഖപ്രകാശ രക്ഷയും എന്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. അതുകൊണ്ട് നീ ഇനി സ്വയം പറയുകയാണ്, നിരാശപ്പെടണ്ട, വിഷാദപ്പെടണ്ട. ദൈവം നിന്റെ മുഖപ്രകാശ രക്ഷയും നിന്റെ ദൈവത്തെ ഇനി സ്തുതിക്കാനുള്ള സാഹചര്യം നിനക്ക് ഇനിയും വരുമെന്നൊക്കെ പറഞ്ഞ് സ്വയം അദ്ദേഹം തന്നെ ആശ്വസിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുകയാണ്. എന്നിട്ട് ആറാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. എന്റെ ദൈവമേ, എന്റെ ആത്മാവ് എന്നിൽ വിഷാദിച്ചിരിക്കുന്നു. അതുകൊണ്ട് യോർദാൻ പ്രദേശത്തും ഹെർമോൻ പർവ്വതങ്ങളിലും നിസാർ മലയിലും വെച്ച് ഞാൻ നിന്നെ ഓർക്കുന്നു. യോർദാൻ പ്രദേശം, ഹെർമോൻ പർവ്വതം, നിസാർ മല എന്നൊക്കെ പറയുന്നത് പാലസ്തീന്റെ ഒരു ഉത്തര ദിക്ക് എന്നാണ് എനിക്ക് വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അതായത് യെരൂശലേം ദേവാലയം സ്ഥിതി ചെയ്യുന്നതിൽ നിന്നൊക്കെ ഒത്തിരി ദൂരെയുള്ള സ്ഥലത്താണ്. ആ സ്ഥലത്താണ് ഇപ്പോ ആര്? ഈ കോരഹ പുത്രന്മാരിൽ പെട്ട ആരോ ആണിത്. അവരാണ് എഴുതിയത്. അവരിപ്പോ ആയിരിക്കുന്നത് യോർദാൻ പ്രദേശത്തും ഹെർമോൻ പർവ്വതത്തിലും മീസാർ മലയിലും ഒക്കെ ഉള്ള സമീപദേശത്താണ്. അതിനെപ്പറ്റി വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് വളരെ സമൃദ്ധിയുള്ള സ്ഥലമായിരുന്നു. പക്ഷെ ആ സമൃദ്ധി ഒന്നും ആർക്ക് സംതൃപ്തി കൊടുക്കുന്നില്ല. ഈ സങ്കീർത്തനം എഴുതിയ വ്യക്തിക്ക് ഒരു സംതൃപ്തിയും കൊടുക്കുന്നില്ല. സക്കായിയുടെ ജീവിതം എടുത്തു നോക്കുമ്പോൾ സക്കായിക്ക് ഇഷ്ടം പോലെ പണം ഉണ്ടായിരുന്നു, വീടുണ്ടായിരുന്നു, ഭാര്യയുണ്ട്, മക്കളുണ്ട്, നല്ല ജോലിയുണ്ട്. പക്ഷെ സക്കായിയുടെ ഉള്ളിൽ എന്നും ഒരു അസംതൃപ്തിയായിരുന്നു. ഇതേ അസംതൃപ്തിയാണ് ഇദ്ദേഹത്തിന്റെ ഉള്ളിലുള്ളത്. അതുകൊണ്ടാണ് സക്കായി ആരെ തേടി ഇറങ്ങിയത്? യേശുവിനെ തേടി ഇറങ്ങിയത്. ഈ ദാഹമുള്ളത് കൊണ്ടാണ് തേടി ഇറങ്ങിയത്. അതേപോലെ ദാഹം കൊണ്ട് ഈ മനുഷ്യൻ വല്ലാതെ പ്രയാസപ്പെടുകയാണ്. എന്നിട്ട് നിന്റെ നീർച്ചാട്ടങ്ങളുടെ ഇരച്ചിലാൽ ആഴി ആഴിയെ വിളിക്കുന്നു, നിന്റെ ഓളങ്ങളും തിരമാലകളും എല്ലാം എന്റെ മീതെ കടന്നു പോകുന്നു. യഹോവ പകൽ നേരത്ത് തന്റെ ദയ കൽപ്പിക്കും, രാത്രി സമയത്ത് ഞാൻ അവന് പാട്ടുപാടിക്കൊണ്ടിരിക്കും. എന്റെ ജീവനുള്ള ദൈവത്തോട് ഉള്ള പ്രാർത്ഥന തന്നെ എന്ന് പറഞ്ഞ് സ്വയം ആശ്വാസം കണ്ടെത്തുകയാണ് അദ്ദേഹം. പിന്നീട് 9 മുതലുള്ള വാക്യം വായിക്കാമോ? 11 ഹേതുവായി ഞാൻ ദുഃഖിച്ച് നടക്കേണ്ടി വന്നതും എന്ത് എന്ന് ഞാൻ എന്റെ പാറയായ ദൈവത്തോട് പറയും. നിന്റെ ദൈവം എവിടെയെന്ന് എന്റെ ശത്രുക്കൾ ഇടവിടാതെ എന്നോട് പറഞ്ഞുകൊണ്ട് എന്റെ അസ്ഥികളെ തകർക്കും വണ്ണം എന്നെ നിന്ദിക്കുന്നു. എന്റെ ആത്മാവെ നീ വിഷാദിച്ചുള്ളിൽ ഞെരുങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ എന്റെ മുഖപ്രകാശ രക്ഷയും എന്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. 9ാമത്തെ വാക്യം, നീ എന്നെ മറന്ന് എന്ത്? ശത്രുവിന്റെ ഉപദ്രവം ഹേതുവായി ഞാൻ ദുഃഖിച്ച് നടക്കേണ്ടി വന്നതും എന്ത് എന്ന് ഞാൻ എന്റെ പാറയായ ദൈവത്തോട് പറയും. അപ്പൊ അദ്ദേഹത്തിന്റെ ഉള്ളിൽ പറയുകയാണ്, ആരെല്ലാം നിന്ദിച്ചാലും പരിഹസിച്ചാലും പ്രയാസപ്പെടുത്തിയാലും ഞാൻ എന്റെ ദൈവത്തിന്റെ അടുക്കൽ ഒരിക്കൽ ചെല്ലും. എന്നിട്ട് ഞാൻ എന്റെ ദൈവത്തിൽ ആശ്രയിക്കും. എന്തിനാണ് എന്റെ ആത്മാവെ നീ ഉള്ളിൽ വിഷാദിച്ച് ഞരങ്ങുന്നത്? ദൈവത്തിൽ പ്രത്യാശ വെക്കുക എന്ന് പറഞ്ഞ് സ്വയം പ്രത്യാശയുടെ വാക്കുകൾ പറഞ്ഞ് സ്വയം ആശ്വസിപ്പിച്ച് ഈ സങ്കീർത്തനം അവസാനിപ്പിക്കുകയാണ്. അപ്പോ നല്ലൊരു സങ്കീർത്തനമാണ്. കാരണം നല്ലൊരു ദാഹം ദൈവത്തിന് വേണ്ടി ജീവിതത്തിൽ ഉണ്ടാകണമെന്നുള്ള ആഹ്വാനത്തോടുകൂടെ ആരംഭിച്ച് നല്ല സമൃദ്ധിയുടെ നാടുകളിലായിരുന്നിട്ടും അദ്ദേഹത്തിന് ആ സമൃദ്ധി ഒന്നും
ആശ്വാസം കൊടുക്കാതെ ഇരിക്കുന്നു എന്നും ആ ദൈവത്തെ വീണ്ടും അന്വേഷിച്ച് ഇറങ്ങുന്നു എന്നൊക്കെയുള്ള സൂചനകളാണ് ഈ സങ്കീർത്തനത്തിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ഏതവസ്ഥയിലാണെങ്കിലും കർത്താവിനെ രുചിച്ചറിയാനുള്ള വലിയൊരു ആഗ്രഹവും ഒരു പ്രത്യാശയൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. ഒരു ദാഹം ഉണ്ടാകണം. അങ്ങനെയുള്ളവർക്കാണ് ദൈവാനുഭവം ഉണ്ടാകുന്നത്. ദാഹമില്ലാത്തവർക്ക് ഒരനുഭവം ഉണ്ടാവില്ല. അവര് മരിക്കുമ്പോൾ മാത്രമേ ദൈവത്തെ കാണാനും കേൾക്കാനും ഒക്കെ പറ്റുകയുള്ളൂ. ഈ ജീവനോടിരിക്കുന്ന കാലഘട്ടത്തിൽ ദൈവത്തെ അനുഭവിക്കാൻ ഒരു മനുഷ്യന് കഴിയണമെങ്കിൽ അവന് ഉള്ളിൽ ദാഹം ഉണ്ടാകണം. അതുകൊണ്ട് പ്രാർത്ഥിക്കണം, കർത്താവേ, നല്ല ദാഹം, നിനക്ക് വേണ്ടിയുള്ള നല്ല ദാഹം ഞങ്ങളുടെ ഹൃദയത്തിൽ അവിടുന്ന് തരണമേ. സക്കായിക്ക് കൊടുത്ത ദാഹം, ഈ കോരഹപുത്രന്മാർക്ക് കൊടുത്ത ദാഹം, ഈ ദാഹം ഞങ്ങൾക്ക് തന്ന് അങ്ങയുടെ അടുക്കിലേക്ക് വരാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കണം. ഇന്നത്തെ വചന ശുശ്രൂഷ പ്രാർത്ഥനയോടുകൂടെ സമയത്ത് അവസാനിപ്പിക്കാം. കാരുണ്യവാനായ ദൈവമേ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ കർത്താവേ, അങ്ങ് യോഹന്നാൻ സ്നാപകനിലെ വലിപ്പം, അദ്ദേഹത്തിന്റെ വലിപ്പം എത്ര വലുതാണെന്ന് വിവരിച്ച് കാണിക്കുകയും അങ്ങയിൽ ഇടറിപ്പോകുന്ന സാഹചര്യം വരുമ്പോൾ ഈ ഭൂമിയിൽ അദ്ദേഹം വലിയവനായിരുന്നെങ്കിലും സ്വർഗരാജ്യത്തിൽ എത്തുമ്പോൾ കർത്താവിൽ ഇടറിപ്പോകാത്തവർ അവനെക്കാട്ടിലും വലിയവരാണ് ആയിത്തീരുമെന്ന് അങ്ങ് വെളിപ്പെടുത്തിയല്ലോ ദൈവമേ. അതുകൊണ്ട് അങ്ങയിൽ ഏത് സാഹചര്യത്തിലും ഇടറിപ്പോകാതെ നിലകൊള്ളാനായിട്ടുള്ള ആഴമേറിയ വിശ്വാസവും ശരണവും പ്രത്യാശയും ഞങ്ങളുടെ ഹൃദയത്തിൽ അവിടുന്ന് തരണമേ. അബ്രഹാമിനെ പോലെ അടിയുറച്ച് വിശ്വസിക്കുവാൻ, പൂർവ്വപിതാവായ യൗസേപ്പിനെ പോലെ ദൈവമേ അങ്ങയിൽ വേരൂന്നി നിൽക്കുവാൻ, കർത്താവെ ദാനിയേലിനെ പോലെ, യോശുവയെ പോലെ, ഏലിയായെ പോലെ ദൃഢവിശ്വാസമുള്ളവരായി നിലകൊള്ളാൻ, പരിശുദ്ധ അമ്മയെ പോലെ ആഴമേറിയ വിശ്വാസത്തിന്റെ ആയിത്തീരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമേ. കർത്താവെ, തന്നെത്താൻ താഴ്ത്തിയ യോഹന്നാനെ വാനോളം ഉയർത്തി പുകഴ്ത്തിയ കർത്താവെ, ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങയെപ്പോലെ സൗമ്യതയിലും താഴ്മയിലും കാത്തു പരിപാലിക്കുവാൻ, അങ്ങനെ ബലവാന്മാർ സ്വർഗരാജ്യം കീഴ്പ്പെടുത്തുന്നു എന്നുള്ള വചനപ്രകാരം ആത്മബലത്തിൽ സ്വർഗത്തിൽ പ്രവേശിക്കാനായിട്ടുള്ള വലിയ കൃപ ഞങ്ങൾക്ക് അവിടുന്ന് ദാനമായിട്ട് നൽകണമേ. ദൈവമേ, അങ്ങയ്ക്ക് വേണ്ടിയുള്ള ദാഹം ഞങ്ങളുടെ ഹൃദയത്തിൽ അവിടുന്ന് സ്ഥാപിക്കണമേ. അങ്ങനെ ഈ ലോകത്തിലുള്ള ഒരു വസ്തുവിനും ശമിപ്പിക്കാൻ കഴിയാത്ത വലിയ ദാഹം, ദൈവത്തിന് വേണ്ടിയുള്ള, ദൈവത്തിന്റെ വചനങ്ങൾക്ക് വേണ്ടിയുള്ള, വിശുദ്ധ കുർബാന എന്ന ആത്മീയ ഭക്ഷണത്തിന് വേണ്ടിയുള്ള വലിയ ദാഹം, കർത്താവെ അങ്ങയുടെ സാന്നിധ്യത്തിന് വേണ്ടിയുള്ള വലിയ ദാഹം ദൈവമേ അവിടുന്ന് തന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നവരെ കുടുംബമായി അനുഗ്രഹിക്കുകയും മാനസാന്തരത്തിലേക്കും രക്ഷയിലേക്കും നയിക്കുകയും ചെയ്യണമേ. വചനം കേട്ട് തങ്ങളെ തന്നെ വഞ്ചിക്കുന്നവരാകരുതെന്ന് യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ അവിടുന്ന് മുന്നറിയിപ്പ് തരുന്നുണ്ടല്ലോ. കോരസീനും അതുപോലെ ബത്സേദായും കഫർനഹൂമുമെല്ലാം അങ്ങയുടെ അത്ഭുതങ്ങൾ നിരവധി കണ്ട ദേശങ്ങൾ, ദൈവമേ അങ്ങയുടെ അടയാളങ്ങൾ കണ്ട ദേശങ്ങൾ, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നത് കണ്ട ദേശങ്ങൾ, അങ്ങയുടെ വചനത്തിന്റെ മർമ്മങ്ങൾ കേൾക്കാൻ ഭാഗ്യം ലഭിച്ചവർ, എന്നാൽ ദൈവമേ അവരതിനെ നിരസിച്ചു കളഞ്ഞു. ദൈവമേ, അവരെ പോലെ അങ്ങയുടെ വചനം നിരസിച്ചു കളയാതെ ദൈവമേ വചനം നല്ല നിലത്തെ പോലെ ഹൃദയത്തെ ഒരുക്കി സ്വീകരിക്കുന്ന വ്യക്തികളായി 30, 60, 100 മേനി ഫലം പുറപ്പെടുവിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, മോർഗീവറുകി സഹതായേ, സകല പരിശുദ്ധന്മാരും ശുദ്ധിമതികളുമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആയത് പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമമഹത്വത്തിനായിട്ട് തന്നെ ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ശുഭരാത്രി നിങ്ങൾക്ക് എല്ലാവർക്കും നേരുന്നു.